പ്രശ്നങ്ങളായി റാവി ചെപ്പിയുടെ ഈ വിധത്തിൽ എന്ത് സംഭവിച്ചുവെന്നോ? ഭവനമില്ലതിജനമുടെ ബുന്താൽ കടുകടിനവി കുതുകുലം തന്താർ അവരുടെ തടികളെ ബന്ധായി ചരതമില പകടനില കാത്തുകൊണ്ടുമെ പാത്തിടന്നുടെ നീർത്തി ബാനരുമാ സമയമിൽ മൂർത്തവും വിധമാ അന്തേ ദിനനബിമുഖ വടിപുനയന്ത മദനകരിയിൽ മതിമറന്താശയാനതിനേശമിൽ തടിക്കേശിയെ കൊശിയാൽ പതിസുഖം നാശികൾ കുളവാൽ പതിസുഖം നാശികൾ കുളവാൽ. സഹോദരങ്ങളെ, എന്നെ സംഭവിക്കുന്നത് അറിയുമോ? നിങ്ങൾക്കറിയുമോ? തിക്കും തിരക്കും കൂടി ആളുകളൊക്കെ മരിച്ചു വീഴുന്ന സംഭവം പോലെ ആയപ്പോൾ ഇതുപോലെ ഒരു ജനക്കൂട്ടം ഒരാളെ കാണാൻ ലോകത്തിന് മുമ്പ് സംഭവിച്ചിട്ടില്ല എന്ന് ചരിത്രകാരന്മാർ അതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പൊ മലക്കുകൾ ഇങ്ങനെ മനുഷ്യവേഷത്തിലുള്ളവർ വിളിച്ചു പറഞ്ഞു, ഓരോരുത്തരും അവരുടെ തടി സൂക്ഷിച്ചു കൊള്ളുക, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, നിങ്ങളുടെ ജീവനും നിങ്ങളുടെ ശരീരവും നിങ്ങൾ നോക്കിക്കൊള്ളുക, ഞങ്ങൾക്കാകൂല എന്ന് മലക്കുകൾ വിളിച്ചു പറഞ്ഞു. പോരാ പ്രിയപ്പെട്ടവരെ, പിന്നെ എന്താ സംഭവിക്കുന്നത്? അന്തേ ദിനവിമുഖ വടിവ് നയന്ത മദലകരിയിൽ മതിമറ ദാശയ ലതിദേശമിൽ തടികേശിയെ ഖുശിയാൽ പതിസുഖം നാശികൾ കുളമായി. അങ്ങനെ ആണും പെണ്ണൊക്കെ തിക്കിത്തിരക്കി കയറുക. പെണ്ണുങ്ങൾ കണ്ടവരെ വിളിച്ചു പറയുന്നു, അയൽവക്കക്കാരെയും കുടുംബക്കാരെയും എല്ലാവരെയും വിളിച്ചോണ്ടു, കൂട്ടുകാരികളെ കൊണ്ടുള്ളൂ, ഒന്ന് കണ്ടാ മതി, അങ്ങനെ കണ്ടാൽ മതിയായിരുന്നു. കാരണം എന്താണെന്ന് അറിയോ? മഹാനായ കവി പറയുകയാ, അന്നേ ദിനം നബിമുഖ വടിവ് നയന്ത മദലകരിയിൽ മതിമറന്താശയിലതി നേശമിൽ തടിക്കേശിയെ ഖുശിയാൽ പതിസുഖം നാശികൾ കുളവായി. പെണ്ണുങ്ങൾ സ്ത്രീകൾ വന്നിട്ട് ഈ മഹാസൗന്ദര്യത്തിന്റെ ഉടമ, ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ദിവസം തന്നെ, ഉത്തരസൂര്യന്റെ സൗന്ദര്യം എന്നത് ബഹുമാനിക്കപ്പെടുന്ന സൗന്ദര്യമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യം എന്നത് ആകർഷിക്കപ്പെടുന്ന സൗന്ദര്യമാണ്. പെണ്ണുങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല. അങ്ങനെ അല്ലാഹു സൃഷ്ടിച്ചത് പരീക്ഷണങ്ങൾക്ക് കൂടി വേണ്ടിയാ. ആ പെണ്ണുങ്ങൾ ചെന്നിട്ട് പ്രിയപ്പെട്ടവരെ, അന്തേ ദിനം നബിമുഖ വടിവ്, അള്ളാന്റെ പ്രവാചകനായ യൂസുഫ് നബിയുടെ മുഖത്തിന്റെ ആ സൗന്ദര്യം കണ്ടിട്ട് നയന്ത മദലകരിയിൽ മതിമറന്താശയിൽ, പെണ്ണുങ്ങൾ ആ മുഖത്തിന്റെ സൗന്ദര്യം കണ്ടിട്ട് നേശമിൽ തടിക്കേശിയെ ഖുശിയാൽ പതിസുഖം നാശികൾ കുളവായി. പെണ്ണുങ്ങൾക്ക് ഒരു ഇണയിൽ നിന്ന് ലഭിക്കുന്നതിന്റെ സുഖത്തിന്റെ പാരമ്യം അവരുടെ കാഴ്ചയിൽ അവിടുത്തെ സ്ത്രീകൾക്ക് യൂസുഫ് നബിയുടെ ദർശനത്തിൽ യൂസുഫ് നബിയെ ദർശിച്ചപ്പോൾ ലഭിച്ചു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. യൂസുഫ് നബിയെ കണ്ടപ്പോൾ തന്നെ ലൈംഗികാനന്ദത്തിന്റെ ഏറ്റവും വലിയ പാരമ്യം അവർക്ക് ലഭിച്ചു എന്നാണ് മഹാനായ കവി വളരെ കൃത്യമായി ചരിത്രകാരന്മാരെ, ഉലമാക്കളെ, അതുപോലെ ഇമാമികളെ സാക്ഷ്യപ്പെടുത്തി അവരുടെ ചരിത്രം കൃത്യമായിട്ട് എഴുതുന്നത്. ഓരാ പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് എന്ത് സംഭവിച്ചു എന്നറിയോ? പലർക്കും ആ മുഖകാന്തി ദർശിച്ചിട്ട് ബുദ്ധിഭ്രമം സംഭവിച്ചു. ചില ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ തലക്കടിച്ചിട്ട് ഓട്. ഭ്രാന്തായി ഒരാളെ കണ്ടിട്ടുണ്ട്, ഭ്രാന്താവാണെങ്കിൽ ഭ്രാന്തായി, മുഖം കണ്ടിട്ട് സൗന്ദര്യം കണ്ടിട്ട് ഭ്രാന്തായി പോയി. അത് മാത്രമല്ല, സുബ്ഹാനല്ലാഹ്, തമ്പിൽ നിന്ന് അവരിറങ്ങി ഓടി. എന്നിട്ടോ പിന്നെയും വന്ന് കണ്ട് പിന്നെ ക്ഷീണിച്ച് മിണ്ടാൻ പറ്റാതെ നിൽക്കുമ്പോൾ പുരപ്പെടലായി റാബി അന്തരിമമുഖം നേരിട്ട് ഒളിവ് കനിന്റെ പലരും മതിമറിവായി. തമ്പി നിറങ്ങി ഓടിയും മടങ്ങിയേറിയും ഉടലറിവാൽ മൗനത്തിൽ ഒടുവരായി. പറയുതിലെന്നാള് തിങ്ങി മരണവുമുണ്ടായേറ്റം ബലമുടയേതില്ല. ബഹളം മികത്ത താജിരിൽ ഉരത്ത് പാലരും വഴിമുറയോരേക്കാൻ ഇനി ഒഴിവില്ല. പത്രമുഖേനെ അവകള്
പരസ്യമാക്കി വരവ് ജനം രാപ്പകൽ തലമുറയാൻ തോന്നില്ല പല പല പോരിന്നും കഥയറിവായ അതിൽ പെരുത്ത കക്ഷിയും ഇടത്തലക്ഷ പ്രഭുക്കളാന്തോറും മിശ്രണമായ പ്രിയമുള്ള ആ സഹോദരങ്ങളെ സഹോദരിമാരെ കേൾക്കുക. അങ്ങനെ സ്വബോധം നഷ്ടപ്പെട്ടു ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, മിണ്ടാൻ കഴിയാതെ. ഇത് കണ്ടിട്ട് ആളുകൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അത്രമേൽ സൗന്ദര്യമാണ്. തിക്കിലും തിരക്കിലും പെട്ട് എണ്ണമറ്റ ആളുകൾ മരിച്ചു പോകാൻ തുടങ്ങി. അപ്പോൾ വലിയ പ്രശ്നവും മലക്കുകൾ അവിടെ ഉണ്ട്. മനുഷ്യരൂപത്തിൽ അവർ പറഞ്ഞു, ഇനി നമ്മൾ ഇത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ആളുകൾ മരിച്ച പിന്നെ അങ്ങേക്ക് അപകടവും അങ്ങ് ജയിലിൽ പോകുന്ന പ്രശ്നവും ഇത് വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഇനി അടിമയായിരിക്കണം. ഇനി നിങ്ങൾക്ക് അല്ലാത്ത സൗഭാഗ്യം ഇനി വന്ന് നിങ്ങൾ വെച്ചുകൊണ്ടിരുന്നാൽ വലിയ അപകടം ഉണ്ടാകും. അത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവളിൽ പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു കെട്ടിടത്തിൽ വെച്ച് ചീഞ്ഞാലിന്റെ ദിവസം എന്റെ പ്രിയപ്പെട്ട സുന്ദരനായ തികവായ അടിമയെ നിൽക്കുമെന്ന് എഴുത്തു മുഖേനയും അതുപോലെ തന്നെ വിളംബരം മുഖേനയും പരസ്യപ്പെടുത്തി. മലക്കുകൾ, മനുഷ്യവേഷത്തിലുള്ള മലക്കുകൾ ഇത് ഓരോ ആളുകളിലേക്കും എത്തിക്കുകയും ചെയ്യും. വാർത്ത നാട്ടിൽ പറഞ്ഞു, കാട്ടുതീ പോലെ പറഞ്ഞു. അതേ ദിവസം ജനങ്ങൾ ലക്ഷപ്രഭുക്കന്മാർ എല്ലാവരും വരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഈ വാർത്ത എവിടെയും അറിയുന്നു കേട്ടാലും അരിമയുടെ തന്മാരൻ അരശരിന്റെ സദയം നമുക്ക് മന്ദിരം ശരിക്ക് സുന്ദര അടിമനെ കാണാൻ പോണം പുരുഷരയന്റെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ ഈ വാർത്ത പെണ്ണുങ്ങൾ മുഖേന വേഗം കൊട്ടാരത്തിലെത്തി. കൈവിട്ടു പോകുമോ? ഞാൻ വിചാരിച്ച ആരെങ്ങാനും ആയിരിക്കോ? പക്ഷെ ഒന്ന് കണ്ടാലേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ. ഉടനെ തന്നെ രാജാവിനോട് പറഞ്ഞു, പ്രഭോ അങ്ങനെ അങ്ങ് കൊണ്ടുപോകാൻ പറഞ്ഞു. കൊണ്ടുപോയില്ല, പറഞ്ഞില്ലേ അടിമയെ വിൽക്കുകയാണ് നാളെ, അതുകൊണ്ട് നമുക്ക് പോകണം കൊണ്ട് പറഞ്ഞപ്പോൾ അതിൽ സമ്മതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത് കേട്ടാലും തിരുനബിനായി അനവധി പേരാശിക്ക് വരുക വന്നീർത്തെ കുറിദിനം അടുത്ത ചന്തമിൽ പെരുത്ത് മുന്തിയ അരിമലി ബാസാൻ തങ്ക തരുള ചമയിട്ടേ. ചുരുക്കി പറയട്ടെ, വിൽപ്പനയുടെ ദിവസമെത്തി. എന്തേ സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ? മഹാനായ യൂസുഫ് നബി മനോഹരമായ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. മാലിക്കിന്റെ വിഷമമുണ്ട്, എന്നാൽ ഈ അടിമയെ കൊടുക്കാൻ വിഷമമുണ്ട്. പക്ഷേ ഇനിയും നിന്നാൽ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞു. എന്നിട്ടും വിങ്ങുന്ന വേദനയോടെയാണ്, എന്നാൽ ഇത് അനിവാര്യമാണെന്ന ബോധ്യത്തോടെയാണ്. എന്നിട്ട് കിരീടം ധരിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, കിരീടം ധരിപ്പിച്ചു. എന്നിട്ട് സ്വർണത്തിന്റെ ജീനയിട്ട ആ കുതിരപ്പുറത്ത് മഹാനായ യൂസുഫ് നബിയെ വിൽപ്പന സ്ഥലത്തേക്ക് ആനയിക്കുമ്പോ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പുഞ്ചിരിച്ചു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു പ്രിയപ്പെട്ടവരെ? ഈ പ്രേമപ്പു മധുമലരെ ഈ വാക്കിൽ രഹസ്യമെന്താ? അപ്പള് പകത്തി തങ്ങളും വിരുത്തി പൊങ്ങളും മഹിമയിലെന്നാവിറ്റ ഉടനടി ചിന്ത. രാജാക്കന്മാർക്ക് പോലുമില്ലാത്ത മഹനീയമായിട്ടുള്ള സൗഭാഗ്യത്തിന്റെ സൗന്ദര്യത്തികവിൽ ഇങ്ങനെ വലിയ ഏറ്റവും വില കൂടിയ കുതിരപ്പുറത്ത്, സ്വർണത്തിന്റെ ജീനിയിട്ട കുതിരപ്പുറത്ത് കിരീടവും വെച്ച് അങ്ങോട്ട് കയറിയിരുന്നു. സാങ്കേതികമായ അടിമയാണ്, പക്ഷേ എല്ലാ ഉടമകളെക്കാളും രാജാക്കന്മാരെക്കാളും വലിയ ആർഭാടത്തിൽ, സൗന്ദര്യത്തിൽ, ആശ്ചര്യത്തിൽ ജനങ്ങൾ നോക്കി നിൽക്കുമ്പോ ആരായ പരിശുദ്ധ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. പ്രിയപ്പെട്ടവരെ, പൂർണ്ണചന്ദ്രൻ തോറ്റുപോകുന്ന മനോഹരമായ ഒരു പുഞ്ചിരി ആ മുഖത്ത് വിടർന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ കിനാവുകളെല്ലാം യാഥാർത്ഥ്യമാവുകയാണല്ലോ, എന്റെ സ്വപ്നങ്ങളെല്ലാം
പുലരുകയാണല്ലോ. ഈ ചെറുപ്പക്കാരൻ വല്ലാത്ത പ്രത്യേകതയുള്ള ചെറുപ്പക്കാരനാണ് എന്ന ബോധ്യമുള്ള മാലിക് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നീ പറഞ്ഞതിന്റെ പൊരുളെന്താ ഒന്ന് എന്നോട് പറഞ്ഞുതരോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെ വിൽക്കൂ, വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഉടമസ്ഥാനത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറയാമെന്ന് സയ്യിദുനാ യൂസുഫ് അങ്ങോട്ട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിൽപ്പനയുടെ ദിവസം എത്തി, ആളുകൾ വന്നെത്തുകയാണ്. സംഭവിക്കാൻ പോകുന്ന രംഗത്തെ ശരിയായിട്ട് കേട്ടുകൊള്ളൂ. മഹാനായ കവി മുത്തുക്കോയ തങ്ങൾ അസീസ് മനോഹരമായി പാടി വെക്കുന്നു. ചിന്തിപ്പിന്ന വിൽപ്പന സ്ഥലത്തടുത്താനേ, ഹര ഹര ബെണ്ടടിത്താനേ, അതിൽ തിങ്ങിയന്തേ താവളത്തിൽ ആൾ പെരുത്താനേ, കളിച്ചിരിയും മികത്താനേ, കളിച്ചിരിയും മികത്താനേ. ചിന്തിപ്പിന്ന വിൽപ്പന സ്ഥലത്തടുത്താനേ, ഹര ഹര ബെണ്ടടിത്താനേ, അതിനാൽ തിങ്ങിയന്തേ താവളത്തിൽ ആൾ പെരുത്താനേ, കളിച്ചിരിയും മികത്താനേ. പന്തലിന്റെ മധ്യത്തു യർത്തി തങ്കത്താൽ പലവിധ ചിത്തിര കൊത്താൽ കുറുസുടൻ മാലിതർനെ പിക്ക് ബത്തി രുന്തറാഹത്താൽ സർവരും പാർത്ത് നേശത്താൽ, സർവരും പാർത്ത് നേശത്താൽ. സുന്ദരി സുർണയോടൊത്ത് അലശര് കൂട്ടനേഷിത്ത് അടിമകൾ അരവാരത്തോടെ കൂടെ താളമേളത്ത് സഭയത്തിൽ ബന്ധുഘോഷത്ത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ ശരിക്കും കേട്ടോ. എന്താ ചെയ്തത്? ആളുകൾ വന്നു, ബാൻഡുകൾ മുഴങ്ങി, ആളുകളെ തടിച്ചുകൂടി, കളിയും ചിരിയും. അപ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചുരുക്കി പറയാട്ടോ, ഇതിന്റെ ഈ കാവ്യത്തിന്റെ വരികൾക്കിടയിൽ വ്യാഖ്യാനിക്കാൻ സമയമില്ല. വളരെ മനോഹരമായാണ് മഹാനായ കവി അക്കാര്യങ്ങൾ. പന്തലിന്റെ മധ്യത്ത് ഉയർത്തി തങ്കത്താൽ പലവിധ ചിത്തിര കൊത്താൽ പുരുഷുടൻ മാനിതർ നബിക്ക് ബത്തിരുദ്രാഹത്താൽ സർവരും പാർത്തദേശത്താൽ. പലവിധ ചിത്രപ്പണികളാൽ അലങ്കൃതമായിട്ടുള്ള തങ്കത്താലുള്ള, സ്വർണത്താലുള്ള, ശുദ്ധ സ്വർണത്താലുള്ള ഒരു കസേര പന്തലിന്റെ മധ്യഭാഗത്തായി വെച്ചു. ആ വേദിയിൽ ഉയർത്തി വെച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കിരീടവും അതുപോലെ തന്നെ മനോഹരമായ വസ്ത്രങ്ങളുമായി അതിൽ കൊണ്ടുപോയി മഹാനായ യൂസുഫ് നബി ഇരുത്തി. എന്നിട്ടോ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. അതാ ആ വിൽപ്പനക്കുള്ള സമയം എടുക്കാൻ. അപ്പോഴോ ഉടനെ തന്നെ മാലിക് തയ്യാറാക്കിയ കിങ്കരന്മാരോട് പറഞ്ഞു, കട്ടനെടുത്ത് ഉടനെ തന്നെ ഒരു തുണി കൊണ്ട് താഴേക്ക് വലിച്ചു കെട്ടുകയാണ്, തുണി കൊണ്ട് മറക്കുകയാണ്. ഇനി കച്ചവടം ആരംഭിക്കുമ്പോഴേ കാണാനാകൂ എന്ന് പറഞ്ഞപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ നിരാശരായിട്ടിരിക്കുക. അപ്പോഴാണ് വരുന്നത് ആരെന്നോ പ്രിയപ്പെട്ടവരെ കേട്ടാലും. അന്തബോധില് സുന്ദരി സുലൈഖയോടൊത്ത് അരശരും കൂടെ നേശിത്ത് അടിമകളാരഭാരത്തോടെ കൂടി താളമേളത്ത് സഭയതിൽ പന്ത് ഘോഷിത്ത്, സഭയതിൽ പന്ത് ഘോഷിത്ത്. പന്ത് കേറി ചന്ദ്ര പ്രഭാമുഖം കണ്ട് വടിപുടെ അത്ഭുതം കൊണ്ട് അതിമതമാനവിന്നോർത്തവും മനാമിനെ കൊണ്ട് മറവുടെ നീങ്ങിടയുണ്ട്, മറവുടെ നീങ്ങിടയുണ്ട്. അപ്പോഴാണ് രാജാവും രാജാവിന്റെ രണ്ടാമത്തെ ഭാര്യ, ആദ്യത്തെ ഭാര്യ എല്ലാവരും കടന്നു വരുന്നത്. അങ്ങനെ വന്നിട്ട് സ്ത്രീകൾക്ക് വേറൊരു ഭാഗം, പുരുഷന്മാർക്ക് വേറൊരു ഭാഗം. സ്ത്രീകൾ രാജ്ഞിയും അതുപോലെ തന്നെ പെണ്ണുങ്ങളും തോഴിമാർക്ക് ഒരു ഭാഗത്തേക്ക്, പുരുഷന്മാർ രാജാവും മറ്റൊക്കെ വേറെ ഭാഗത്തേക്ക് ഇരുന്നു. കച്ചവടത്തിന്റെ സമയം, ആ ലേലം വിളിയുടെ സമയം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. സുലൈഖ ബീവിയും രാജാവിന്റെ ആദ്യത്തെ ഭാര്യയും ഒരിടത്തല്ല ഇരിക്കുന്നത്. കാരണം അത്ര വലിയ താല്പര്യം ആദ്യത്തെ ഭാര്യയ്ക്ക് സുലൈഖയോടില്ല. അതുകൊണ്ട് തന്നെ രണ്ടിടത്തായി ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എല്ലായിടത്തും നിരീക്ഷിച്ചു. മലക്കിൽ എന്നിട്ട് പറഞ്ഞു, ആരംഭിച്ചു, ഇനി ആരംഭിച്ചോളൂ. ഉടനെ അയാളം മുടങ്ങുകയാ. അപ്പോഴോ കിങ്കരന്മാർ
കർട്ടൻ അങ്ങോട്ട് ഉയർത്തി സുബ്ഹാനല്ലാഹ് എല്ലാവരും നിർമ്മേഷരായി ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കർട്ടൻ ഇങ്ങനെ ഉയരുമ്പോ കാലിന്റെ മനോഹാരിത വസ്ത്രത്തിന്റെ തിളക്കം വന്ന് 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 വല്ലാത്തൊരു പ്രകാശം താടി കാണുന്നു, പിന്നെ ചുട്ട് കാണുന്നു, നിശ കാണുന്നു, മൂക്ക് കണ്ണുകൾ നെറ്റിക്കളം മുടി കൂടെ കാണുന്നു. അത്ഭുത പരമ്പരയായി നോക്കി നിൽക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് സുലൈഖയും കാണുകയാണ്, ബീവിയും കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ബന്ദ് കേറി ചന്ദ്ര പ്രഭാമുഖം കണ്ട് വടിവുട അത്ഭുതം കൊണ്ട് അതിമതമാനവി പിന്നോർത്തു മുൻമാനാമിനെ കൊണ്ട് മറവുട നീങ്ങിടയണ്ട് അണ്ടിഹി സുന്ദിങ്ങി റാണിയാണുരന്തിട്ടേ നബിയരികെ കുതിച്ചിട്ടേ അമക്കുക ഹയ്യറായി മൈക്കണ്ണിയെ കേറി പിടിത്തിട്ടേ കുറുസതിയിലിരുത്തിട്ടേ. അതാ സുലൈഖ ബീവിയുള്ളത് കണ്ടിട്ട് ആദ്യം ഒന്നിങ്ങനെ നോക്കി, ഒരൊറ്റ കുതിക്കല എന്നെ പ്രിയപ്പെട്ടവൻ. അപ്പാ കുതിച്ചപ്പോൾ എല്ലാം അറിയുന്ന പ്രിയപ്പെട്ട ഇല്ല, ഞാൻ ഓടട്ടെ, ഇതെന്റെ ആളാ, ഇതെന്റെ ആളാ. മറ്റേ അങ്ങോട്ട് ശബ്ദിക്കാൻ തുടങ്ങിയപ്പോൾ വായ പൊട്ടി പിന്നെയും ഓടാൻ നിൽക്കയാ, കുതിച്ചു വലിച്ചങ്ങോട്ട് മാറ്റി. അപ്പോഴോ പറയുകയാ, പണ്ടുറക്കി കണ്ട ഭൂമാനല്ലോ ഇവരെ മാരാണല്ലോ മിസ്രതി ബന്ധതുമ്മി പൂമുഖത്തെ കാണുവാനല്ലോ ഇവരെ മാരാണല്ലോ മണിമകൾ സൂക്ഷിതാണല്ലോ. പണ്ടുറക്കി കണ്ട പൂമാ രന്നിതാണല്ലോ ഇവരെ മാരരാണല്ലോ മിസ്രതി ബന്ധതുമ്മി പൂമുഖത്തെ കാണുവാനല്ലോ മണിമകൾ സൂക്ഷിതാണല്ലോ മണിമൾ സൂക്ഷിതാണല്ലോ. പോൽ പിണ്ടണീറ്റ ദുത്തിരിക്കട്ടെ കനിതുണ രസിക്കട്ടെ മടവികൾ പിന്നെയും ചൂടിയെപ്പി ഇത്തിരുത്തിട്ടേ കമനി ഡോറുരത്തിട്ടേ കമനി ഡോറുരത്തിട്ടേ. പണ്ടുറക്കി കണ്ട പൂമാരന്നിതാണല്ലോ ഇവരെ മാരരാണല്ലോ മിസ്രതി ബന്ധതുമ്മി പൂമുഖത്തെ കാണുവാനല്ലോ മണിമകൾ സൂക്ഷിതാണല്ലോ മണിമകൾ സൂക്ഷിതാണല്ലോ. ഇതാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ട എന്റെ പ്രിയപ്പെട്ടവൻ, എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയവർ, എന്റെ എല്ലാം മറ്റു തോഴിമാർ വന്നു. എന്താ ഇത്, എന്തെങ്കിലും പറയുന്നത്? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ അടക്കൊന്ന് ഞാൻ ഇരിക്കട്ടെ, ഞാനും എന്താണ് കാണിക്കുന്നത്? വിളിച്ചു വലിച്ചിങ്ങോട്ട് കൊണ്ടുവരികയാ. എന്നിട്ട് അവർ പറഞ്ഞു, മണ്ഡലരാ ജാക്കിരിയായി ഉണ്ടതുമല്ല അതിമതം കാട്ടിയാണെല്ലാരും മപ്പിഴാന്തൻ നിത്യഹാസി കുമ്മലർ മുല്ല ഭ്രമര പോലെ കാട്ടല്ല ഭ്രമര പോലെ കാട്ടല്ല. പണ്ടുറക്കി കണ്ട ഭൂമാരന്നിതാണല്ലോ ഇവരെ മാരരാണല്ലോ മിസ്രതി ബന്ധതുമി പൂമുഖത്തെ കാണുവാനല്ലോ മണിമകൾ സൂക്ഷിതാണല്ലോ മണിമകൾ സൂക്ഷിതാണല്ലോ. എന്താണ് വിളിച്ചു കൊണ്ടുപോയിട്ട് പ്രിയപ്പെട്ട തോഴി പറഞ്ഞു, ഭ്രാന്ത് പോലെ കാണിക്കുകയാണോ? കാമഭ്രാന്താണ് ആളുകൾ പറയില്ലേ? ക്ഷമിക്ക്, എല്ലാത്തിനും വഴിയുണ്ടാകും. ഇതെന്റെ മാർഗം. ഓടിപ്പോയി എന്താ ഉണ്ടാവുക? നിങ്ങൾക്ക് അവരെ കിട്ടുമോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കിട്ടൂല. അതിന് വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് തന്ത്രം പറഞ്ഞു കൊടുക്കുന്ന പക്വതയോടെ തോഴിയെത്ത് കവിനിയാളൊടമത്തുകബില്ലേ കടല തീരമാണിക്ക കല്ലേ പൂമണയന്തിനു കൊണ്ട് നയമാ പോണം അതാത്
വഴി പൊരുനിതമാ കമനിയോളം കമത്തുകളില്ലേ കാട്ടല്ലേ കാത്തിര മാണിക്കല്ലേ പൂമളയെന്തിനു ഉണ്ട് നയമാ പൊണ്ണം അത്തത് വഴി പൊന്നിതമാ പദവി നികത്ത അരശ നാരകനൈ മരനായ അസീസ കോമതിൽ ചെന്നിയടിമയെ വേഗം കുശാതെ വാങ്ങിച്ച് തീർത്തോ നിമോഹം പദവി നികത്ത അരശ നാരകനൈ മരനായ അസീസ കോമതിൽ ചെന്നിയടിമയെ വേഗം കുശാതെ വാങ്ങിച്ച് തീർത്തോ നിമോഹം. അവസ്ഥ മോശാക്കല്ലേ അവസ്ഥ. ആളുകൾ നിങ്ങളെ പറയില്ലേ അങ്ങനെയൊന്നും കാണിച്ചാൽ നിങ്ങൾക്ക് ഈ പ്രിയപ്പെട്ടവരെ കിട്ടൂല. ഇത് നിങ്ങളുടെ ആളാണോ? നിങ്ങളെ കണ്ട ആളാണോ അത്? അതേപോലെ എനിക്ക് അവരെ വേണം. എന്നാൽ പൂമളയെന്തിനു ഉണ്ട് നയമാ പോണം മതാതു വഴി പൊന്നിതമാ. എല്ലാത്തിനും നയമുണ്ട്. കടിച്ചാ പിടിച്ചാലൊന്നും കിട്ടൂല. പിന്നെ നയം പോലെ വേണം പ്രിയപ്പെട്ടവളെ. അതുകൊണ്ട് എന്ത് വേണമെന്നറിയോ? നിങ്ങൾക്ക് എന്തിനാ നമ്മൾ എന്തിനാ വന്നിരിക്കുന്നത്? അറിയില്ല. എന്ത് പൊട്ടതരായി പറയും, എന്ത് വെട്ടിത്തായി പറയുന്നത്? നമ്മൾ എവിടേക്കാ വന്നിരിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവനെ കാണാൻ അതിനാണോ വന്നത്? അത് ശരി. പക്ഷെ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നാമപദവി മികത്തെ അരശ നാദിത്തനെ മരനായ അസീസ കോമാനിൽ ചെന്ന് ഈ അടിമയെ കോമാനിൽ ചെന്ന് അടിമയെ വേഗം കുശത്തെ വാങ്ങിച്ച് തീർത്തോ നിമോഹം. ല്ലേ നമ്മൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് രാജാവിന് ആളയച്ചു വരുത്തു. എന്നിട്ട് അടിമയെ വാങ്ങാൻ പറ. വാങ്ങിക്കൊണ്ടു പോയിട്ട് അങ്ങോട്ട് എടുത്തോ. കാര്യങ്ങളൊക്കെ നടത്തിക്കോ. നിന്റെ ആളല്ലേ എന്നങ്ങോട്ട് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് മോഹം മടക്കി നിരൂത്തിന്ത വേളെ പുന്നരമായ മിസർ റാണിയാളെ നഗത്തരുൾ തന്റെ മാരൻ അസീസ നദരിലുന്നി പതിവാഴും രാജ മകരിക കൊഞ്ചി പൂണ്ടെ അടിമേ നമ്മൾക്ക് വാങ്ങണം ഇന്ത ദിനമേ രാഗരസം കെട്ടുൾക്കമ്പിളകി റാണിയിൽ സമ്മതം ഭൂപാലൻ നൽകി. ഉടനെ റാണിയതാ ഭടന്മാരെ വിളിച്ചിട്ട് രാജാവിനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. രാജാവിനോട് പറഞ്ഞിട്ട് അവർ പറഞ്ഞു അത്യാവശ്യമായിട്ട് വിളിക്കുന്നുണ്ട്. രേഖ വിളിക്കുന്നു പറഞ്ഞതിന് പിന്നെ രാജാവിന് അത്രയില്ല. രാജാവ് എഴുന്നേറ്റ് അപ്പൻ്റെ അരികിൽ വന്നു. അപ്പോൾ രേഖ പറഞ്ഞു, പ്രഭോ നാടിന് ഇത്ര വലിയ അനുഗ്രഹമല്ലേ കിട്ടിയിരിക്കുന്നത്? ഇത് ഇവിടെ കച്ചവടം ചെയ്യാൻ വേണ്ടി തുടങ്ങിയല്ലേ, ഇവിടെ വിൽക്കാൻ തുടങ്ങിയല്ലേ? ഇത്ര വലിയൊരു മുത്തുണ്ടായിട്ട് അത് അങ്ങ് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ നമ്മുടെ കൊട്ടാരം, എന്തിനാ അധികാരം? രാജാവിനോട് പറയാണ്. എന്തിനാ സുലേഖ പറയുന്നത് രാജാവിന് അറിയില്ലല്ലോ. സുബ്ഹാനല്ലാഹ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ രാജാവിനോട് പറഞ്ഞപ്പോൾ രാഗരസം കേട്ട് ഉൾക്കമ്പിളകി റാണിയിൽ സമ്മതം ഭൂപാലൻ നൽകി. വേണം അത് നമുക്ക് അഭിമാനമല്ലേ. റാണി കൊഞ്ചി കുഴഞ്ഞപ്പോ സുലേഖ കൊഞ്ചി കുഴഞ്ഞപ്പോ രാജാവ് സമ്മതിച്ചു. അപ്പോൾ രാജാവിന് വേറൊരു ഭാര്യയോടുണ്ടല്ലോ. ഇതൊക്കെ രഹസ്യമായിട്ട് വാച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സുരേഷനോട് പോയപ്പോ പ്രഭു നിൽക്ക് എന്ന് പറഞ്ഞ അങ്ങോട്ട് റാണി ചെന്നു. എന്നിട്ടോ ആദ്യത്തെ ഭാര്യ നരപതിക്കുണ്ട് ഹസനാത്ത് എന്നെ കാമത്തിൽ സൗരത്ത് പിന്നെയും ഒന്നേ അരബി മോളിൽ തന്ന് രാജാവുലാമേ അരുതൂപ്പൈ പൗല ബഗഡമാമേ തിരിഞ്ഞേ സുലേഖാന്റെ തല്ലിയെനക്ക് ദേവിച്ചാതിലും മതശരിക്ക് ചെറിയെങ്കിലും ഈ സുലേഖാന്റെ വാക്ക് തള്ളാനൊരു ത്വകത്തില്ല അറബി മോളിൽ നിന്ന് രാജാവുലാമേ അരുതൂപ്പൈ
അപ്പം ഭാര്യയെ പണക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. സംഗതിയൊക്കെ ശരിയാക്കി സുലേഖ വാക്ക് കൊടുത്തു പോയി. ഇനിയിപ്പോ രക്ഷയില്ല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞ് രാജാവ് ഇരിപ്പിടത്തിലേക്ക് എത്തുമ്പോഴേക്ക് അതാ നിരന്തരമായി പലരും വന്നേറ്റി വിളിച്ചത് ചരചരയെന്നോടന് വില കേറിട്ടേ. എന്റെ ശബ്ദത്തിൽ നിന്ന് ചെറിയ പ്രശ്നങ്ങളുണ്ട്, അത് ആവശ്യമാക്കട്ടെ. പരിപൂർണ്ണ ശബ്ദം തരട്ടെ. രണ്ട് പിടിക്കില്ലേ, അതൊന്നും അഡ്ജസ്റ്റ് ഇത് കുഴപ്പമില്ല. ഹലോ 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 ഹലോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ പരമനരുക്കം ജനറകളിൽ തോന്നി പറയുന്നു സർവരും നമ്മൾക്ക് എണ്ണി വാങ്ങൽ ഭാരമാ. പ്രിയമുള്ളവരെ, ആ സമയം ഉടനെ നേരം വിളിയുടെ സമയമായി. ഉടനെ വിളി തുടങ്ങി. അവിടെ നിന്ന് ഒരാൾ 100, 200, 500, 1000, 5000, 10000, 25000, 40000, 70000, 1 ലക്ഷം, 2, 3, 5 ലക്ഷം, 10 ലക്ഷം, 15, 18, 19, 22, 10. എങ്ങനെ സമീപിപ്പോൾ ഇരുവരും പേശി കൂട്ടിയും മുൻ കരുതിയല്ല സമയവും നേരിട്ടേ. ഇതരമായി പലരും അന്നേറ്റി വിളിച്ചാതി ശരശര എന്ന കൂട്ടന് വീട കേറിട്ടേ. ലക്ഷങ്ങൾ ചെല്ലുക, വലിയ വില വരിക. അപ്പോഴും വിടുന്നില്ല. ഉടനെ മലക്കുകൾ അവിടെ മനുഷ്യരൂപത്തിലുള്ളവർ വന്നിട്ട് പറഞ്ഞു, ഇനി ഇത് വാങ്ങാൻ കഴിയും, ഇതിങ്ങനെ വിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് ചെന്ന് അങ്ങ് തൂക്കി കൊടുക്കണം എന്ന് പറയാ. അപ്പൊ സാധാരണക്കാരൊക്കെ പറഞ്ഞു നമുക്ക് സാധിക്കില്ല, അതുകൊണ്ട് തൂക്കി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴോ അതാ ആളുകൾ പറയുകയാ, പറയുന്നു സർവരും നാമക്കെ നീ വാങ്ങൽ ഭാരമാ. നമുക്കൊന്നും ഇനി വാങ്ങാൻ പറ്റില്ല, തൂക്കി കൊടുക്കാൻ പോവാണത്രേ എന്ന് പറഞ്ഞിട്ട് വലിയ ത്രാസ് കൊണ്ടുവന്നു. അതിൽ ഒരു ഭാഗത്ത് മഹാനായ യൂസുഫ് നബി ഇരുത്തി, മറുഭാഗത്ത് എന്ത് വേണം? രത്നങ്ങളും ഗോമേതകങ്ങളും സ്വർണവും തങ്കവും എല്ലാം കൊണ്ടുവരണം. ആളുകൾ പറഞ്ഞു നമ്മളെ കൊണ്ടാവില്ല. അപ്പോൾ രാജാവ് കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയതാ ഒരു ഭാഗത്ത് യൂസുഫ് നബി, മറുഭാഗത്ത് കൊട്ടാരത്തിലെ ആ ഖജനാവിലെ എല്ലാ വിധത്തിലുള്ള സംഗതികളും വെച്ചു കൊടുക്കുമ്പോ പ്രിയപ്പെട്ടവരെ മരുതകമുത്ത് നബിയാരെ വാങ്ങാനീസന്ന് കരുതിയ പോലെ മാലിക്കോട് ചാറ്റിയേ. പരിമളവിസ്തും പായിരവും തങ്കമൊരു തട്ടി മറുപുറമാറ്റനെ നബിയെയും കേറ്റിയേ. പുന്നാരക്കനിയായ അടിമയായ ഭൂമികൾക്ക് അരിമനുഭൂപത്തൂട്ടെ പാനപ്പൂട്ടി ഖജാനകൾ സർവ്വതുമിട്ട് മൂട്ടിന്തിട്ടു തൂക്കമാ. അരവനിരപ്പിന് നോറ്റു മാറ്റം കാണ സമമാരെ പിറകുടൻ മാലിക്കിത് മതി ഭാരമാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ലോകം കൊണ്ടുവന്നു. രാജാവ് പറഞ്ഞു ഞാൻ വാങ്ങാം. അതുകൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്നല്ലോ വെച്ചു. അപ്പോഴോ മഹാനായ യൂസുഫ് നബിയുടെ നുബുവത്തിന്റെ ഭാരം യൂസുഫ് നബിയുടെ ഭാഗത്ത് തൂങ്ങാൻ തുടങ്ങി. എത്ര കിലോ വെച്ചിട്ടും ഒരു മനുഷ്യന് സാധാരണ വെച്ചിട്ടല്ലോ, അത് കഴിഞ്ഞതിന്റെ 10 മടങ്ങും പിന്നെയും മടങ്ങുകളും വെച്ചിട്ടും ഇപ്പുറത്തെ സ്വർണ്ണങ്ങളും ഇതിനാലുള്ള സർവ്വതും വെച്ചിട്ടും യൂസുഫ് നബിയുടെ തട്ട് താഴ്ന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് താഴ്ന്നു തന്നെ ഇരിക്കുകയാണ്. അത് നുബുവത്തിന്റെ ബലം കൊണ്ടാണ്. ഈ സമയത്ത് രാജാവ് മാലിക് പറഞ്ഞപ്പോ എനിക്ക് മതി, ഞാൻ അങ്ങേക്ക് ഈ എന്റെ അടിമപാലനെ, എന്റെ പ്രിയങ്കരനായിട്ടുള്ള സൗഭാഗ്യത്തിന്റെ നിറകുടമായ എന്റെ ഐശ്വര്യത്തിന്റെ കാരണക്കാരനായ പ്രിയപ്പെട്ടവനെ നിങ്ങൾക്ക് ഞാൻ വിൽക്കുകയാണ്. അങ്ങനെ
എത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്ത് സംഭവിക്കുന്നു? പടിമികത്തിട്ടിലെങ്കും പുന്നാരക്കനിയായ അടിമയെ ഞാൻ ഇന്നോമൈകൾക്ക് തീർമിറ്റേ മനമലിവേറും അസീസിന്നാധാരം കൂറിത്തപ്പോൾ മണിമലരാളിൽ ഉള്ളം സൂറൂറായിട്ടേ. രാജാവ് വാങ്ങുന്നുണ്ടോ? വേറെ ആരെങ്കിലും വാങ്ങോ? രാജാവ് വാങ്ങുന്നത് കണ്ട് ഉറപ്പിച്ചിട്ട് അതാ വിറ്റു എന്ന് പറഞ്ഞപ്പോഴും അതാ ആശ്വാസമില്ല, സന്തോഷമില്ല. എന്നിട്ട് ആധാരം പരസ്പരമുള്ള ഉടമ്പടി, ആ ഉടമ്പടി ഒപ്പുവെച്ചിട്ട് രാജാവിന്റെ ഭാഗത്ത് നിന്ന് മന്ത്രി വന്നിട്ട് ശീലങ്ങോട്ട് വെച്ചു. അപ്പോഴും തോഴി പിടിച്ചു. പ്രശ്നമുണ്ടാക്കരുത് എന്നതാ പറയുകയാ. സുബ്ഹാനല്ലാഹ്. ഈ സമയം രാജാവിനോട് മാലിക് പറഞ്ഞു, രാജാവിന്റെ അടിമയായി മാറിയല്ലോ, എനിക്ക് എന്റെ ആദ്യത്തെ താങ്കളുടെ മാലിക് രാജാവിനോട് പറയാം, അങ്ങയുടെ അടിമയാണിപ്പോൾ യൂസുഫ്, എനിക്ക് അങ്ങയുടെ അടിമയാണിപ്പോൾ യൂസുഫ്. അതുകൊണ്ടാണ് ആ അടിമയോട്, എന്റെ അടിമയായിരുന്ന ആളോട് ചില കാര്യങ്ങൾ എനിക്ക് ചോദിച്ചറിയാറുണ്ട്. അനുവാദം വേണം. അനുവാദം കൊടുത്തു രാജാവ്. അപ്പോഴോ അവിടെ ചെന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ ആരാണ് നിങ്ങൾ എന്ന് പറയാമെന്ന്? നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളുടെയും പൊരുൾ പറയാമെന്ന്. ആരാണ് നിങ്ങൾ എന്ന് പറയുമോ എന്ന് യൂസുഫ് നബിയോട് മാലിക് വേറെപ്പ ചോദിച്ചപ്പോൾ ബടിയുടെ തങ്കപ്പായനെ നീ ആരെന്ന് നീനൊരു തടവുരയാമെന്നൊരത്തതെ ഓർക്കൊന്ന് മമതരികൊന്നി മതകർവിനി തരിടമില്ല നബി യഅ്ഖൂബ് മകൻ യൂസുഫാണെന്ന്. ആരാണെന്ന് പറയൂ എന്നോട് എന്ന് പറഞ്ഞപ്പോ, പ്രിയപ്പെട്ടവരെ, എന്നെ സന്തോഷിപ്പിച്ചവരെ, ഞാൻ കൊണ്ട് അല്ലാഹു സന്തോഷിക്കാൻ അവസരം നൽകിയവരെ, അതുകൊണ്ട് ഞാൻ ആരാണെന്ന് പറയാം. ഞാൻ ആരാണെന്നോ രഹസ്യമാക്കി വെക്കണം. ഇത് അല്ലാഹു രഹസ്യമാക്കി വെക്കാൻ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് പറയാം, ഞാൻ യാക്കൂബ് നബിയുടെ മകൻ യൂസുഫാൻ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുക. പൊറുക്കണേ, എന്നോട് പൊരുത്തപ്പെടണേ. എന്ത് സംഭവിച്ചു അതൊക്കെ പിന്നീട് അറിയാം, പിന്നീട് പറയാം. അതൊക്കെ പൊരുതെന്ന് പറഞ്ഞതോ അതൊക്കെ എന്താണെന്നറിയോ? ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവാകും. ആ രാജാവാകുന്നതിനെ കുറിച്ചാണ് ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ളത്. ഞാൻ രാജാവാകുന്ന സമയത്ത് അങ്ങനെ വന്ന് കാണണേ എന്ന്, അങ്ങ് ജീവിച്ചിരിക്കുന്നെങ്കിൽ വന്ന് കാണണേ എന്ന് മാലിക്കിനോട് പറയുകയാണ്. മാലിക് പറയുകയാണ്, എന്റെ തെറ്റുകൾ എനിക്ക് പുറത്തു തരണേ, എനിക്ക് പുറത്തു തരണേ അങ്ങ്. എനിക്ക് ആൺകുഞ്ഞുങ്ങളൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ആൺകുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണമെന്ന് പറയുകയാണ്. മാലിക് ആൺകുട്ടികളെ കൊടുത്തു. 12 പ്രസവത്തിലായി 24 ആൺമക്കൾ എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങോട്ട് കിടക്കുന്നില്ല, അത് വളരെ വിശാലമായ മറ്റൊരു സംഗതിയാണ്. ഏതുമാകട്ടെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ രാജ്ഞിയോടുമൊക്കെ പോകാൻ വേണ്ടി പറഞ്ഞു കൊട്ടാരത്തിലേക്ക്. ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് രാജാവ് അടിമയുമായി മറ്റു പട്ടാളക്കാരുമായി വന്നിട്ട് അതാ ദുലേഖയെ വിളിച്ചു. ദുലേഖയെ വിളിക്കുകയാ. എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وقال الذي اشتراه من مصر لامرأته أكرمي مثواه عسى أن ينفعنا أو نتخذه ولدا. യൂസുഫ് നബിയെ കൊണ്ടുവന്നിട്ട്, അടിമയെ കൊണ്ടുവന്നിട്ട് ദുലേഖ വിളിച്ചിട്ട് പറയാം, ദുലേഖ താക്കോലെ കള്ളന് കയ്യിൽ കൊടുത്തു. യൂസുഫ് നബി ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നമുക്കിത് ഉപകാരപ്പെടും, അല്ലെങ്കിൽ നമുക്കൊരു മകനാക്കി വളർത്താമല്ലോ എന്നും പറഞ്ഞു. പക്ഷേ സമയം മുതൽ രാത്രി നോക്കിയിരിക്കുക, കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ, എന്റെ പ്രിയപ്പെട്ടവൻ അരികിൽ കിട്ടാൻ. അതിന്റെ പിറ്റേ ദിവസം അതാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, രാവിലെ സിംഹാസനത്തിൽ പോയി. രാവിലെ സിംഹാസനത്തിൽ രാജൻ പോയ നേരമാ റാണി ദൂതര ദിയാന റൂമിൽ കയറ്റി ഗുണമായി ബീവിയാതൻ ബിംബമിന്റെ മുമ്പിൽ ചെന്ന് കുമ്പിടൈ എന്റെ ദേവരെ കരുണ കൊണ്ട് ജയിച്ചിടൈ. അടിമയാണല്ലോ, പറഞ്ഞതെല്ലാം കേൾക്കണം. യൂസുഫ് നബി സുലൈഖ പറഞ്ഞത് കേൾക്കണം. രാജാവ് പോയ നേരം നോക്കിയിട്ട് സുലൈഖ പറഞ്ഞു, യൂസുഫേ, ഈ മുറിയിലേക്ക് വാ, ഇവിടേക്ക് വരൂ എന്ന് പറഞ്ഞപ്പോൾ ഒന്നും അറിയാത്ത പാവം യൂസുഫ് നബി ആ മുറിയിലേക്ക് അങ്ങോട്ട് ചെന്നു. അവിടെ സുലൈഖ ആരാധിക്കുന്ന ഒരു ബിംബമുണ്ട്. അതിന് മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, ദേവനെ,
കൃപ കൊണ്ട് കാരുണ്യം കൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ടവനെ കിട്ടിയിരിക്കുന്നു, ഞാൻ ജയിച്ചിരിക്കുന്നു എന്ന് പറയേണ്ട താമസം തലകുത്തി മറിയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് കണ്ട് അവൾ പരിഭ്രമിച്ചു. അപ്പോൾ യൂസുഫ് നബി ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ഇത് സംഭവിച്ചത്? എന്തോ പ്രശ്നമുണ്ടല്ലോ, ഇതിനൊന്ന് നേരെ നിർത്തി തരുമോ, എനിക്ക് വല്ലാത്ത ഭയമായിട്ടുണ്ട് എന്നതാ പറഞ്ഞപ്പോൾ യൂസുഫ് നബിയോട് അവൾ പറയുന്നത് എന്ത്? തരുട് അന്നാളൂരത്ത് കയ്യേ താനായവനോട് ദുആകൾ മൊയ്യേ മങ്ക അവൾക്കുള്ള മഅബൂദന്നേ മരുതി മനം പോലെ നീലക്കൈ പിന്നെ ഉടനെ മഹാനായ യൂസുഫ് നബി കൈകൾ ഉയർത്തിട്ട് പറയുന്നു, ഉയർത്തി കൈയേ അവനോട് അവൾക്കുള്ള മറിത് മൂലം പോലെ നിലക്കൈ പിന്നെ ും പൂരാന തന്നെ ഉള്ള തോന്നുന്നേ. എന്റെ റാണിയുടെ എന്റെ ഉടമസ്ഥയുടെ ഈ ബിംബത്തെ ശരിക്കും നിർത്തിത്തരണേ അല്ലാ എന്ന് പറഞ്ഞപ്പോൾ ആ ബിംബം അതാ മോചിതത്തോട് ശരിയായിട്ട് വന്നു. അത്ഭുതപ്പെട്ടു. നിങ്ങളെ അല്ലാഹു നിങ്ങളുടെ പടച്ചോൻ നിങ്ങളുടെ ഇലാഹ് നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടല്ലോ യൂസുഫേ. അതുകൊണ്ട് എനിക്കും നിങ്ങളുടെ ഈ ഇലാഹിനെ ആരാധിക്കണമെന്നുണ്ട്. ആരെയാ നിങ്ങൾ ആരാധിച്ചത്? ആരോടാ നിങ്ങൾ പറഞ്ഞത്? പിന്നെ എനിക്ക് നിങ്ങളുടെ പടച്ചോനെ തന്നെ ആരാധിക്കണമെന്ന പുതിയ ആഗ്രഹം. പക്ഷേ വണങ്ങുന്ന ഇലാഹം കൊണ്ട് എന്നും അവനിൽ ഞാൻ വണങ്ങലുണ്ട്. പിന്നെ ഒരു പേർക്ക് ഇലാഹിരണ്ട് വേണ്ട ഓടിഞ്ഞിണ്ട് എന്റെ മോളിന്തപ്പളനെ ബിച്ചിരിത്തേ ഇരസര മുഖം കൊള്ള അവളെ നാളർത്തേ ഉന്നീ കനിയ അപസനത്തെ உங்களுக்கு നാവാലെ ഹബ്സിൽ പാർത്തേ. കേട്ടുമല്ലോ എന്താ ഇവര് പറയാണ്, എനിക്കൊരു പടച്ചോണ്ട്, ഞാൻ ഇപ്പൊ നിങ്ങളുടെ പടച്ചോൻ വലിയ സംഭവം എനിക്ക് മനസ്സിലായി, എനിക്ക് ആരാധിക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ നിത്യം ശരിക്കും ശ്രദ്ധിക്കണേ, ഞാൻ നിത്യം ആരാധിക്കുന്ന ഒരു പടച്ചോണ്ടല്ലോ, ഇലാഹുണ്ടല്ലോ. അതുകൊണ്ട് ഒരാൾക്ക് പിന്നെ രണ്ട് പടച്ചോൻ വേണ്ടാച്ചിട്ട് ഞാൻ മാറി നിൽക്കുകയാണ്. രണ്ട് ഇലാഹ് ഒരാൾക്ക് വേണ്ടല്ലോ എന്ന് കരുതി തൽക്കാലം ഞാൻ നിന്റെ പടച്ചോൻ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഈ മഹാവിഡ്ഢിത്തം കേട്ട് യൂസുഫ് നബി ആ പവിഴ ചുണ്ടുകൾ ഇളക്കി ഒന്ന് പുഞ്ചിരിച്ചു. നല്ല ആളുടെ മുമ്പിലല്ലേ പുഞ്ചിരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, നല്ല ആളുടെ മുമ്പിലല്ലേ പുഞ്ചിരിക്കുന്നത്? ആ പുഞ്ചിരി അങ്ങോട്ട് കണ്ടപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉടനെയാണ് സുലേഖ പറയുകയാണ്, പ്രിയപ്പെട്ട യൂസുഫേ, ഞാൻ ആരാണെന്നറിയോ? നീ എനിക്ക് ആരാണെന്നറിയോ? എന്താ അങ്ങേ പറയുന്നത്? അതേ, ഞാൻ അങ്ങയെ സ്വപ്നത്തിൽ കണ്ടു. ഇതാ നീരും ഒഴുകിയിട്ടുണ്ട്, വലിയ ദുരിതത്തിൽ അടുതിക്കൊണ്ട് അവൾ ചോടുന്നേ ചെന്താമര പുഷ്പ മധുവേ സൂഹിപ്പാൻ സൂഹിപ്പാനും വളടുന്നേ ഇഷിപ്പ കാടൽ മോന മറിഞ്ഞിടുന്നേ മണ്ണിയാ ദൂരയോ ദുരക്കൈ പെണ്ണേ പറ്റന വായന്താശ അടക്കുന്നേ. സ്നേഹമുള്ളവരെ,
പ്രിയപ്പെട്ടവരെ, യൂസുഫേ, ഞാൻ ആരാണെന്നറിയോ? എന്ത് ഈ പറയുന്നത്? ഭ്രാന്ത് പറയാമോ? അല്ല യൂസുഫേ, ഞാൻ നിങ്ങളെ സ്വപ്നത്തിൽ കണ്ടിരുന്നു. ആ ഒറ്റ കാഴ്ചയിൽ, നിമിഷം മാത്രമുള്ള കാഴ്ചയിൽ ഞാൻ നിങ്ങളുടെ അടിമയായി മാറി, പ്രണയിച്ചു പോയി. നിങ്ങളല്ലാതെ മറ്റാരും എനിക്ക് വേണ്ടെന്നായി, നിങ്ങളല്ലാതെ വേറെ ആരും എനിക്ക് ആവശ്യമില്ലെന്നായി ഞാൻ പ്രണയിച്ചു. ഭ്രാന്തിയായി 3 വർഷം ഭ്രാന്തിയെ പോലെ ഞാൻ ജയിലിൽ പോലും കിടക്കേണ്ടി വന്നു. ഞാൻ ഇരുമ്പഴി കിടക്കേണ്ടി വന്നു. ഭ്രാന്തായി മാറിയിരിക്കൂ. നിങ്ങൾ മുൻപ് കണ്ടു, നിങ്ങൾ എന്റേതാണ്, ഞാൻ നിങ്ങളുടേതാണെന്ന് പറഞ്ഞു. എന്നെയും കണ്ടു, നിങ്ങൾ പറഞ്ഞു ഞാൻ അസീസ് രാജാവാണ്, മിസ്രിൽ അങ്ങോട്ട് വന്ന് എന്നെ അന്വേഷിക്കൂ എന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നീ എന്റെയാകൂ യൂസുഫേ, എന്നോട് വാ, എന്റെ അരികിലേക്ക് വാ, ഞാൻ കെട്ടിപ്പിടിക്കട്ടെ, ചുംബിക്കട്ടെ എന്നും പറഞ്ഞപ്പോൾ അടവ് പറയുന്നൊടുവ് പറയുന്നൻ മഴസൂക്കരെ ഒന്ന് നളർത്ത് പുഞ്ചിരിക്കുന്നേരെ കഠിനായിഷെന്ന പൊടി പാറുന്നേ കൽബിൽ മതമൂർച്ചക്കുരമേറുന്നേ ഉയർതെന്തും അനാഥാരുന്നേ തന്നുളെ മനദാശ പഠിപ്പിരുന്നേ. പ്രിയപ്പെട്ടവരെ, ഇതാ അറിയുകയാണ്, നിങ്ങൾ എന്റേത് മാത്രം, അതുകൊണ്ട് എനിക്ക് വേണമില്ല. നിങ്ങൾക്ക് ഭർത്താവുണ്ട്, ഞാൻ നിങ്ങളുടെ അടിമയാണ്. അല്ലാഹുവിനെ നിരക്കാത്തതൊന്നും പറയല്ലേ. എന്റെ കൈ പിടിക്കും, ഞാനൊന്നും നിന്റെ കൈ ചുംബിക്കട്ടെ. എനിക്ക് ആശ അടക്കാൻ കഴിയുന്നില്ല. വരനാമയൻ ആശ അടക്കുമെന്നെ, അടക്ക് ഇല്ല, പാടില്ല. അടക്കുള്ളാട്ടങ്കാത്ത മാത്രം കോപിത്ത് ആറ്റലിനെ പിയാരോ അവൾ ദുഃഖിത്ത് അടവ് പറയുന്ന ബാഷുകരെ ഒന്ന് നേർത്ത് പുഞ്ചിരിക്കുന്നേരെ. ഒന്ന് നേർമത്തിന് പുഞ്ചിരിക്കുമോ? ഒന്ന് പുഞ്ചിരിക്കില്ല, പാടില്ല. വേണ്ട വേണ്ട, എന്റെ ആശയൊന്ന് തണുപ്പിക്കാൻ. യൂസുഫേ, നിന്റേതാണ് ഞാൻ നിന്റേതാണ്, നീ എന്റേതുമാണ്. അതുകൊണ്ട് തട്ടിയും ഉയർതണ്ടം അനാഥാരുന്നേ. പ്രിയപ്പെട്ട യൂസുഫേ, തരുളേ മനദാശ തണിപ്പിരുന്നേ. ഈ ആശയൊന്ന് തണുപ്പിച്ച് കാണാം യൂസുഫേ എന്നും പറഞ്ഞപ്പോഴോ തണുപ്പിക്കുന്നു മുരത്ത് പിന്നോ മരുവി പിങ്ങി കരഞ്ഞ് മനതിൽ ദുഃഖം നിറഞ്ഞ് ചെരുവത്തന്നെ അലയിൽ പെട്ട് കരകിട്ടാതെ വലഞ്ഞ് തിരച്ച് ഉള്ളം പൊരിഞ്ഞ ദുഃഖം കവിഞ്ഞ് പൊമ്പലിഞ്ഞ പങ്ക് അലഞ്ഞ് ഊണുറക്കം കുറഞ്ഞ് നിറവും കോലം മറിഞ്ഞ് തങ്ക തടിയും പങ്ക് മെലിഞ്ഞ് മണിമലരെ ഉടലിലുള്ള സുഖക്കിടന്നമത്ത് ചോദിച്ചപ്പോൾ മുഷിത്ത് വദനമങ്ങി സുമുഖി പിങ്ങി കരഞ്ഞ് കണ്ണീരൊലിത്ത് മണിമലരെ ഉടലിലുള്ള സുഖക്കിടന്നമത്ത് ചോദിച്ചപ്പോൾ മുഷിത്ത് വദനം മങ്ങി സുമുഖി പിങ്ങി കരഞ്ഞ് കണ്ണീരൊലിത്ത് ചുളുങ്ങി ചൊല്ലു നാമത്തെ എന്നെ ഇബ്രാഹിമേ തായി കൊണ്ടും ഇറമേ ഇളകും പാട്ട മുഖത്തെ കണ്ട അടങ്ങുന്നില്ല മനമേ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ശരിക്ക് അല്ലാഹുവിലേക്ക് ശരീരത്തെ കൊടുക്കും, അല്ലാഹുവിലേക്ക് മനസ്സിനെ കൊടുക്കും. അങ്ങനെ കൊടുക്കാനാ യൂസുഫ് നബി പറയുന്നത്. ഇവിടെ ലോകത്തെ ഏറ്റവും സുന്ദരിയായ പെണ്ണാ വിളിക്കുന്നത്. വാ യൂസുഫേ, പാടില്ല പാടില്ല. ആ മുണ്ടും പിടിച്ചു യൂസുഫ് നബി ഓടിപ്പോയി. പല പ്രാവശ്യം വിളിച്ചു, പിന്നെ യൂസുഫ് നബി വന്നില്ല. നിരാശയായി, ഇങ്ങനെ ഭക്ഷണമില്ലാതെയായി, ക്ഷീണിക്കാൻ തുടങ്ങി. ആഴ്ചകൾ കഴിഞ്ഞപ്പോ തോഴി കരുതിയത് എല്ലാ കാര്യങ്ങളും സുലേഖ സന്തോഷത്തിലായിട്ടുണ്ടെന്നാണ്. എന്താ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്, എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്റെ മോഹങ്ങളൊന്നും നടന്നില്ല പെണ്ണേ. അപ്പോൾ പിന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്, നിങ്ങൾ അസീസ് രാജാവിന്റെ ഭാര്യയല്ലേ, ഇത് നടക്കില്ലെങ്കിൽ അത് വിട് എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, കഴിയുന്നില്ല. കാരണം എന്തെന്നോ, ചീതുങ്ങി ചൊല്ലുന്നാമത്തെ കൊണ്ടിറമേ തിളങ്ങും വട്ട മുഖത്തെ കണ്ട അടങ്ങുന്നില്ല മനമേ. എങ്ങനെ ഞാൻ മറക്കും എന്റെ
മനസ്സിൽ മുഴുവൻ അവനാ എങ്ങനെയെങ്കിലും മറക്കാൻ കരുതുമ്പോ കോലായിലൂടെ വരാന്തയിലൂടെ അവരിങ്ങനെ വരുന്നത് പൂന്തിങ്കൾ പോലെ വരുന്നത് കണ്ടാൽ തിളങ്ങും പട്ട കണ്ടാൽ അടങ്ങുന്നില്ല മനമേ. മനസ്സ് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, എനിക്ക് അവനെ വേണം. അങ്ങനെ മറ്റൊരു തന്ത്രം ഓടി പറഞ്ഞു കൊടുക്കുകയാണ്. മറ്റൊരു ദിവസം പ്രത്യേകമായ വസ്ത്രങ്ങളൊക്കെ ധരിക്കാൻ യൂസുഫ് നബിയോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് എല്ലാവരും പോയ സമയത്ത് ആ മുറിയിലേക്ക് ചെല്ലണം, അവിടെ നിന്നെ കാണാൻ ഒരാൾ വരുന്നുണ്ടെന്ന് പറയുകയാണ്. പക്ഷേ ആ യൂസുഫ് നബി ചെന്നപ്പോൾ ഓടിച്ചെന്ന് വാതിൽ ചാരി തന്റെ ബിംബത്തിന്റെ മുഖമങ്ങോട്ട് മറച്ചു. എന്നിട്ട് യൂസുഫ് നബിയുടെ അരികിലേക്ക് അങ്ങോട്ട് അടുക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, വളരെ ആനന്ദവും അതിലേറെ ഭക്തി സാധ്യവുമായ സമയങ്ങളാണ് നമ്മളിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാന്യനായ മർഹൂം മുള്ളൂർക്കര ഹംസ മൗലവി സാഹിബിന്റെ വളരെ ദിവസങ്ങൾ നീണ്ടു നിന്ന പല പരിപാടികളും, ബദർ പരിപാടിയും യൂസുഫ് ഖിസ്സയും ഒക്കെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ആ ബഹുമാന്യനായ ഹംസ മൗലവിയുടെ മകനാകുന്ന മുള്ളൂർക്കര ഡോക്ടർ അഹമ്മദ് ബഷീർ അഹമ്മദ് ബുർഹാനി, അദ്ദേഹത്തെയും കിഴക്കേക്കര കൊണ്ടുവന്ന് നമ്മൾ പരിപാടി നടത്തിയിട്ടുണ്ട്. അതിനുശേഷം കുറെ നാളുകളായി നമ്മൾ ഈ യത്തീംഖാനയുടെ ഈ കോമ്പൗണ്ടിൽ ഒരു പരിപാടിയും സംഘടിപ്പിക്കുന്നില്ല. കാരണം ഒന്ന്, ആളുകൾ ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ട്, ഇവിടെ എത്തിപ്പെടൽ പ്രയാസം, പിന്നെ മാത്രമല്ല ഇവിടെ ഒരുപാട് കുട്ടികൾ താമസിക്കുന്ന സ്ഥലമില്ല. ഒരുപാട് പിള്ളേരുടെ വാസസ്ഥലം അവരുടെ വീടാകുമ്പോൾ 5-10 ദിവസമൊക്കെ ഇവിടെ കൊണ്ടൊരു പരിപാടി വെച്ചാൽ അത് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ കാലങ്ങൾ ഇവിടെ പരിപാടി വെക്കാറില്ല. ഇപ്പോഴങ്ങനെയല്ല, ഇപ്പൊ കുട്ടികളൊക്കെ കുറഞ്ഞു. ഈ കാണുന്ന സ്ഥലങ്ങൾ മാത്രമായി, വലിയ കുട്ടികളോ എണ്ണങ്ങളോ ഒന്നുമില്ല. 10-200 പിള്ളേരൊക്കെ ഉണ്ടായിരുന്ന കാലമൊക്കെ പോയി. അപ്പൊ കുറഞ്ഞ കുട്ടികൾ മാത്രമേ ഉള്ളൂ, കുറഞ്ഞ പെൺപിള്ളേരും കുറഞ്ഞ ആൺപിള്ളേരും മാത്രം. അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെയാണ് ഈ സൗകര്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പരിപാടി ഇവിടെ വെക്കാം എന്ന് തീരുമാനിച്ചു. ഇപ്പോ പരിപാടി ഇവിടെ വന്നു, നടന്നു, കണ്ടു ഒക്കെ കഴിഞ്ഞപ്പോ പലരും പറയുന്നുണ്ട്, ഈ പരിപാടി കോട്ടപ്പുറം കവലയിൽ നിങ്ങൾ പണ്ട് സംഘടിപ്പിക്കുന്ന പോലെ സംഘടിപ്പിച്ചിരുന്നെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ അവിടെ കൂടിയേനെ. പക്ഷേ അത് നമുക്കും ഒരു ചെറിയ അഭിപ്രായം ഇല്ലായില്ല. ബഹുമാന്യനായ ബഷീർ ഖുർആനിയും അതുപോലെ കുഞ്ഞാപ്പൂ ആരക്കാടും ഒക്കെ വന്ന് ബാബരി മസ്ജിദിന്റെ പാട്ടും പിന്നെ ഞാനൊരു ഗായകനാകും അതൊക്കെ കേൾക്കുമ്പോ ആളുകൾ വരുമ്പോൾ നമുക്കറിയാം. പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ നടന്ന ആ പരിപാടി ശരിക്ക് ആനന്ദ സാഗരത്തിൽ ആറാടുകയല്ലായിരുന്നു, അതോടൊപ്പം ഭക്തി. അപ്പൊ അതുകൊണ്ട് ആള് വരും എന്ന് നമുക്ക് നല്ല വിശ്വാസമാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റാൻ കാരണം ഇവിടെ എല്ലാ സൗകര്യവും പരിപാടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി, ഇങ്ങനെയുള്ള പരിപാടികൾ ഇനി മേലിൽ നമുക്ക് തുടരണമെന്നുമുണ്ട്. പരിപാടികൾ ഇനി തുടരെ തന്നെ ഇവിടെ നടത്താം. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് മഹാന്മാരായ ആളുകളെ പോലെ, ഇവരെ പോലെയുള്ള ആളുകൾ, ഇവരുപോലെ ഒന്നാന്തരം അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനായ ഹംസമൗലവിയുടെ വലിയ എന്നുള്ളത് അറിയല്ല. ഔലിയ ആവണമെങ്കിൽ ക്വാളിഫിക്കേഷൻ, അങ്ങനെ കോളേജ് എന്ന് പറഞ്ഞത് ബദരീങ്ങളുടെ മതം പറയണമെന്നാണ്. ബദരീങ്ങളുടെ മതം എന്ന് പറഞ്ഞാൽ നബി ഉൾപ്പെടെ ഇങ്ങോട്ട് വന്ന അബൂബക്കർ സിദ്ദീഖ് ഉൾപ്പെടെ അങ്ങനെ പറയപ്പെട്ട സ്വഹാബത്തിന്റെ മദഹ് പറയാതെ ഒരൊറ്റ ഒരുത്തനും ഔലിയായിട്ടില്ല. അപ്പൊ അത് പറഞ്ഞു നടന്നു 19 കൊല്ലം. അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ മകനും കാണുന്ന ആ ചുറുചുറുക്കും ആ ഉന്മേഷവും ആ ആവേശവും ആ വാപ്പയുടെ ആ സ്വഭാവത്തോടുകൂടെ പരിപാടിയിലേക്ക് അത് ഇഴുകിച്ചേരാനും കഴിയുന്നത് അസുലിന്റെ ഗുണം പറഴിൽ ലഭിക്കും. അസുലിന്റെ ഗുണം പറഴിൽ ലഭിക്കും എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി എന്തിൽ നിന്നാണ് പിരിവുണ്ടാകുന്നത് അതിന്റെ പരമ്പരയ്ക്ക് ആ അസുലിന്റെ ഗുണം ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ആ
ഗുണമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ബഹുമാനായ കുഞ്ഞാപ്പും അതുപോലെ തന്നെ നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ല സുമുഖ സുന്ദരനായ, നേരത്തെ പറഞ്ഞ ചെറിയ പരിപാടികളൊക്കെ ആ കാലത്ത് ഇല്ല. ആ കാലത്ത് ഇപ്പൊ പറഞ്ഞില്ലേ ഒക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതുപോലെയൊക്കെ കുറെ ആളുകളൊക്കെ ഇത് കാണാൻ വേണ്ടി തന്നെ പരിപാടിക്ക് വരുമായിരുന്നു. കുഞ്ഞാപ്പുണ്ടോ വന്നേക്കാന്ന് പറയുകയും ചെറിയ സംഭാവനയുടെ ഇടയിലൂടെ മറ്റു ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ആ മുഖമൊക്കെ പോകുള്ളൂ. മനുഷ്യനങ്ങനെ ആ മുഖവും ആ രീതിയൊക്കെ പോയി പോകും. അപ്പോ ആ മുഖവും ആ രീതിയും ആ സ്വഭാവവും ഒക്കെ മാറിയപ്പോ, കാരണം ഇന്നലത്തെ പരിപാടി നടന്നപ്പോ തന്നെ നമ്മളിൽപ്പെട്ട മുസ്തഫ മൗലവി, ഞാൻ എങ്ങനെയുള്ള നമ്മളൊക്കെ അങ്ങനെ കോളേജിൽ പഠിച്ചിട്ടുള്ള പിള്ളേരൊക്കെ കോളേജിന്റെ വരാന്തേക്കലൊക്കെ പോയിട്ടുണ്ട് അല്ലേ? ഇവിടെ ഇരിക്കുമ്പോ തന്നെ ഇവിടെ ഇരിക്കണോ പ്രസംഗം കേൾക്കണം. പക്ഷെ കേൾക്കുമ്പോഴും അവര് എങ്ങടാ പോയത്? കോളേജിന്റെ വരാന്തയില്, മദ്രസയില്, ഹൈസ്കൂളില് ഒക്കെ അങ്ങനെ കറങ്ങി നടക്കുക. അങ്ങനെ കറങ്ങി ഇവിടെ പറ്റവർക്ക് കൂടുതലാളും മനസ്സുകൊണ്ടില്ല. ആ രീതിയിൽ എങ്ങനെ നടന്ന പരിപാടി. അപ്പൊ ആ രീതിയിലുള്ള നല്ല പരിപാടികൾ നടത്തിയതിന്റെ ഇന്നും അത് അങ്ങനെ തന്നെ നടത്താൻ അവർക്ക് കഴിയുന്നത് ബദരീങ്ങളുടെ പവർ കൊണ്ട് തന്നെയാണ്. ഞാൻ പോയിട്ട് ശബ്ദത്തിനോടെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, ഒരു കുഴപ്പവും പറ്റില്ല, അള്ളാഹു തആല വരുത്താതിരിക്കട്ടെ. നന്നായിട്ട് ആമീൻ. അള്ളാഹു ഒരു കുഴപ്പവും വരുത്താതെ ആ ശബ്ദം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് പറയുന്നില്ല, ഞാനൊരു ഗായകനല്ല. അപ്പൊ അള്ളാഹു കൊടുത്ത ഒരു കഴിവല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറയുന്ന ആ മനുഷ്യന് അള്ളാഹു കൊടുത്ത കഴിവ് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, യൂസുഫ് നിസ എന്ന് പറയുന്നത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് അഹ്സനുൽ ഖസസ്, അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക, അങ്ങനെ ഓതിയിട്ട് ആ സൂറത്തിൽ പറയുന്നത് അഹ്സനുൽ ഖസസ്. ഇത്രയും നല്ലൊരു ചരിത്രം ലോകത്ത് അല്ലാഹുവിനല്ലാതെ ആർക്കും പറയാൻ കഴിയില്ല. ഖുർആനിനോടുള്ള അതിരറ്റ ബഹുമാനം പൂർണ്ണമായും നിലനിൽക്കുമ്പോഴും അവിവേകമാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നാലും ഞാൻ ചെറുതായിട്ട് പറയുകയാണ്, അതൊരു ശക്തമായ പ്രണയ കാവ്യമാണ് സൂറത്ത് യൂസുഫ്. അക്ഷരാർത്ഥത്തിൽ പ്രണയ കാവ്യം. നമ്മളൊക്കെ ഇവിടെയൊക്കെ കേട്ട് പ്രണയം, പ്രേമം എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പുറകെ ഓടുകയും അതൊക്കെ വലുതാന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. കാഞ്ചനമാലയും മൊയ്തും ഒക്കെ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നവരുണ്ട്. രമണനും ചന്ദ്രികയും ഒക്കെ വലിയ കാര്യമാണെന്നൊക്കെ. ഈ രമണനും ചന്ദ്രികയും തലയുടെ ചെമ്പിയിലും ഇതൊന്നും മുഹമ്മദ് ബഷീർ ഒന്നുമല്ല. എവിടെ അല്ലാഹുവിന്റെ ഈ പ്രണയകാവ്യത്തിന്റെ മുന്നിൽ ആ പ്രണയകാവ്യം പോയ പോക്ക് കണ്ടോ? എങ്ങനെയാണ് വരുന്നതെന്ന് കണ്ടോ? എവിടെയാണ് പോയതെന്ന് കണ്ടോ? പോകുന്നതിനെല്ലാം ഒരു കാരണം, കിണറ്റിലെറിയാൻ ഒരു കാരണം, കിണറ്റിലെത്തുന്നതിനൊരു കാരണം, അടിമയായിട്ട് 20 പൊന്നിന് വിൽക്കുന്നതിന് ഏറ്റവും ചുരുങ്ങിയ പൊന്നിന് അടിമയായിട്ട് വിൽക്കുന്നത് അതിനൊരു കാരണം, ജ്യേഷ്ഠന്മാരും മർദ്ദിക്കുന്നതിന് കാരണം. അതെന്താ അവർക്ക് തോന്നിപ്പോയി, ഇത്രയും അജാനവാഹുക്കളായ ജ്യേഷ്ഠ സഹോദരന്മാരുള്ള എന്നെ ഒരു ചുക്ക് ചെയ്യാൻ ഒരാൾക്ക് കഴിയില്ല എന്ന് തോന്നിപ്പോയി. ആ തോന്നിയതിന് അമ്മ അവിടുത്തെ ശിക്ഷയാ, അവരെ കൊണ്ട് തന്നെ വർദ്ധിപ്പിച്ചു. എല്ലാത്തിനും ഒരു കാരണം. ഇനി ആ ചരിത്രം ഇങ്ങനെ നീണ്ടുപോയാൽ ദൂരം ഭാഗം പറയാൻ കിടക്കുക. എന്നോട് ഇങ്ങനെ ആരോ 1-2 ആൾക്കാർ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ പറയണം. 1-2 ആളുകൾ എന്നോട് പറഞ്ഞു, അവിടെ ഇവിടെയൊക്കെ തോണ്ടി ഇങ്ങനെ പോവാ, അവിടെ ഇവിടെയൊക്കെ തോണ്ടി പോവാ, ഒരു ചേർച്ച വെക്കണില്ല. അങ്ങനെ ശരിക്കും അവിടെ ഇവിടെ തോണ്ടാതെ എങ്ങനെ ചെയ്യുന്നു? ഈ അഹ്സനുൽ ഖസസല്ലേ അല്ലാഹു പറഞ്ഞത്, അല്ലാഹു തന്നെ നല്ല യന്ത്രമെന്ന് പറഞ്ഞു. അത് പൂർണ്ണമായി പറഞ്ഞിരിക്കാൻ ഭൂലോകത്തിൽ മഖ്ലൂഖിന് കഴിയോ? അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവായിട്ടെന്താ വ്യത്യാസം? അത് കഴിയില്ല. ഇനി ഇതിലേക്ക് അങ്ങോട്ട് ശാഖ വേറെ ഞരമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ കിടന്ന് പാളിക്കിടക്കുന്ന കഥകൾ പറഞ്ഞ കേൾക്കാൻ ഞെട്ടിപ്പോവും. ഇനി വിവാഹം കഴിഞ്ഞല്ലോ, യൗവനം തിരിച്ചു കിട്ടും. വയസ്സൊക്കെ യൗവനം തിരിച്ചു കിട്ടി. യൂസുഫ് നബി വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യയെ ബെഡ്റൂമിലേക്ക് വിളിക്കുന്ന ഒരു രംഗമുണ്ട്. ബെഡ്റൂമിലേക്ക് വിളിക്കുമ്പോ സുലൈഖ ബീവി വരുന്നില്ല. പല പ്രാവശ്യം വിളിച്ചു. യൂസുഫ് നബിയുടെ അരികത്തേക്ക് ബെഡ്റൂമിലേക്ക് വരുന്നില്ല, ശയനമുറിയിലേക്ക്. ചോദിക്കുക യൂസുഫ് നബിയോട്, യൂസുഫ് നബി ഭാര്യയോട്, സുലൈഖ നീ എന്താ ഇങ്ങനെ? നീ എന്നെ മാത്രമല്ലേ സ്നേഹിച്ചത്? നീ നിന്റെ മനസ്സിൽ കണ്ണു തുറക്കം മെഴുകിയ ഞാൻ അപ്പോൾ നീ എന്നെ കണ്ടുകൊണ്ടിരുന്നത്? ആ മാത്രമാണോ നിനക്ക് പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക്
എന്നിട്ട് ഇന്ന് ഞാൻ എന്റെ ബെഡ്റൂമിലേക്ക് വിളിച്ചിട്ട് നീ എന്താ വരാത്ത, എന്നെ നിനക്ക് മടുത്തോ സുലൈഖ എന്ന് ചോദിച്ചപ്പോൾ സുലൈഖാബി പറഞ്ഞു, അന്ന് ഞാൻ നിങ്ങളെ മാത്രം അങ്ങനെ ഓർത്ത് നടന്നു ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ കാണുന്നതല്ല അവനെന്ന് തോന്നും. അങ്ങനെയായിരുന്നു അന്നത്തെ അവസ്ഥ. ഇന്ന് അതല്ല എന്റെ അവസ്ഥ. നിങ്ങളെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്ന വേറെ ഒരാളെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ, ആ ആളെ ഞാൻ മനസ്സുകൊണ്ട് പൂജിക്കുന്നുണ്ടോ, ആ ആളെ ഞാൻ മനസ്സുകൊണ്ട് ആദരിക്കുന്നുണ്ടോ, ആരാധിക്കുന്നുണ്ടോ എന്റെ മനസ്സ് നിറയെ ഇന്ന് ആ ആളാണ്. നിങ്ങളല്ല, നിങ്ങളെക്കാൾ ഞാൻ സ്നേഹിക്കുന്നു. നീ എന്താ എന്നെ കൂടാതെ വേറെ നീ സ്നേഹിക്കുകയോ, എന്റെ സ്ഥാനത്ത് എന്നെക്കാൾ ഒരാളെ നീ സ്നേഹിക്കുകയോ? തെറ്റിദ്ധരിക്കണ്ട ഭർത്താവ്, തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ എനിക്കൊരാളെ പരിചയപ്പെടുത്തി തന്നില്ല. നിങ്ങൾ എനിക്ക് അവിടെ വെച്ച ബിംബം തലമറിയാടില്ലേ, ആ സമയത്ത് നിങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ല. നിങ്ങൾ ആരാധിക്കുന്ന ഒരാളുണ്ടെന്ന് ആ അല്ലാഹുവിനെ നിങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തി തന്ന നിമിഷം മുതൽ രക്തം സഞ്ചരിക്കുന്ന വഴികളിലൂടെ മുഴുവനും സഞ്ചരിക്കുന്ന ശൈത്താനെ രക്തത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന കാര്യം അല്ലാഹയാണ്. ആ നിങ്ങളാണ് എനിക്ക് അള്ളാനെ പഠിപ്പിച്ചത്. അതിനുമുമ്പ് ഞാൻ അള്ളാനെ അറിയില്ല, നിങ്ങളെ മാത്രമേ അറിയൂ. പക്ഷെ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു വന്നു അള്ളാനെ. ആ അള്ളാനെ നിങ്ങൾ പഠിപ്പിച്ചു തന്നു അള്ളാനെ ഞാൻ അങ്ങ് മനസ്സിലാക്കിയപ്പോൾ, ഞാൻ അങ്ങ് അറിഞ്ഞപ്പോൾ എന്റെ രക്തം, എന്റെ ശരീരം, എന്റെ ധമനികൾ, എന്റെ ഞരമ്പുകൾ, എന്റെ ബ്രെയിൻ മുഴുവനും അല്ലാഹു മാത്രമായി പോയി. അതുകൊണ്ട് എനിക്ക് ആ പണ്ടത്തെ സ്ഥിതിയല്ല ഇപ്പൊ എനിക്ക് നിങ്ങളെക്കാൾ ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നത് എന്റെ അല്ലാഹയാണ്. അത് പറഞ്ഞപ്പോ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുകയാണ്, കുഴപ്പമില്ല, ഞാൻ പേടിച്ചു പോയി. നീ വേറെ ഒരാളെ എന്നെക്കാൾ നിന്നെ മനസ്സിൽ വെക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. അത് അല്ലാഹയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമാണ്. നീ അല്ലാഹനെ എന്നെത്താൻ ഒരു സന്തോഷമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ എന്നെക്കാൾ പ്രധാനമായിട്ട് അള്ളാനെ മനസ്സിലാക്കി. നീ അള്ളാനെ കൊണ്ടുവരുന്ന പക്ഷെ ഒന്നും കുഴപ്പമില്ല. ഇന്ന് നീ എന്റെ കൂടെ ഈ ബെഡ്റൂമിൽ വരികയാണെങ്കിൽ ഞാനും നീയും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഒരു പ്രവാചകനെ നമുക്ക് സന്താനമായി തരാമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരൂ. കേട്ട വളരെ ഓടി വന്നു. ഇത്രയും വലിയ ഭാഗ്യമോ? ഇപ്പൊ തന്നെ ഇങ്ങനെ ഒരുപാട് ശിഖരങ്ങൾ ഇവരുടെ കയ്യിലുള്ളതൊക്കെ. ഇതൊക്കെ പറയണമെങ്കിൽ 40 ദിവസം മതി. 40 ദിവസം 100 ദിവസം ഒന്നും പറ്റൂല. 100 ദിവസം കൊണ്ട് ഒരുത്തം പറഞ്ഞു നോക്കുവാണ് അല്ലോ. ഇത് 40 ദിവസം കൊണ്ട് 100 ദിവസം കൊണ്ട് ഒരു കൊല്ലം കൊണ്ടോ ഒരുപാട് നാളുകൊണ്ട് ഈ ചരിത്രം പറഞ്ഞതിന്റെ മുക്കും മൂലയും വരും ഞരമ്പും വേരും അടിവേരും ഒക്കെ തെളിയിച്ച് പറയാൻ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞതിനുണ്ട് വിലയുണ്ട്. അതുകൊണ്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ സാധ്യമല്ല. 40 ദിവസമൊക്കെ വളർന്നു പറയാൻ ആളുകളുണ്ടാവുന്നു കേരളത്തിൽ. അങ്ങനെയുള്ള ഭരണന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാലക്കാട് മാനവസിലായ കുഞ്ഞാപ്പൂന്റെ നാട്ടുകാരനാണ്. വല്ലാത്ത വലിയ പണക്കാരുണ്ട്. അദ്ദേഹം കുപ്പായിടാത്ത മാനവലിയാർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന കുപ്പായിടൂല. അപ്പൊ വിശറിയും കൊണ്ട് ഇങ്ങനെ വീശണം. അതുപോലെ നിൽക്കണം. കാലക്കാട് കുഞ്ഞാപ്പൂന്റെ നാട്ടുകാരനാണ്. കാലക്കാട് മാനവസിയ. അദ്ദേഹത്തിന്റെ വാദം 40 ദിവസം. അങ്ങനത്തെ ഒരു വാദം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. മുളവൂർ ഒരു കുഞ്ഞമ്മരക്കാരൻ മുസ്ലിയാർ, മുസ്ലിം കേട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞമ്മരക്കാരൻ മുസ്ലിയാർ, അദ്ദേഹത്തിന് 40 ദിവസം. അവരൊക്കെ ഞാൻ കുഞ്ഞമ്മരക്കാരൻ മുസ്ലിയാരെ കണ്ടിട്ടില്ല, കാലക്കാട് മാനുസ്ലിയാരെ കണ്ടിട്ടില്ല. അപ്പൊ അത് 40. ഞാൻ 40 ഇല്ലെങ്കിലും 30 പറഞ്ഞിട്ടുണ്ട്, 20 പറഞ്ഞിട്ടുണ്ട്, 15 പറഞ്ഞിട്ടുണ്ട്. 20ഉം 15ഉം 30ഉം ഒക്കെ ദിവസം 5ഉം 6ഉം മണിക്കൂറുകളോളം നിന്ന് പ്രസംഗിച്ചിട്ടുള്ളത്. അങ്ങനെ പ്രസംഗിച്ച ഒരുപാട് ആളുകൾ ഈ രാജ്യത്ത് കാണും. പക്ഷേ അഹ്സനുൽ അനുഭവം പോലെ പറയാൻ അവർക്കൊന്നും കഴിയുകയില്ല. ആർക്കും ഒന്നും കഴിയില്ല. അതുകൊണ്ട് ഇനി ഒരുപാട് പറയാറുണ്ട്. പക്ഷേ ഈ ചെറിയ സദസ്സിൽ, വളരെ ചുരുങ്ങിയ ഒരു സദസ്സിൽ ഇത്രയും മാന്യമായിട്ടും അന്തസ്സായിട്ട് വിഷയം അവതരിപ്പിച്ചിരുന്ന ബഹുമാന്യനായ ഡോക്ടർ ബഷീർ അഹമ്മദ് ബുർഹാനി അവരുടെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയും അതോടൊപ്പം മനസ്സിനെ പിടിച്ചു കുളിക്കുകയും ഉൾക്കുളകൾ
കൊള്ളിക്കുകയും ചെയ്ത, ഇടയ്ക്കിടെ രോമാഞ്ചമുണ്ടാക്കിയ, ഇടയ്ക്കിടെ രോമഹർഷമുണ്ടാക്കിയ പാട്ടിന്റെ ഗായകനായ കുഞ്ഞാപ്പു കാരക്കാടിനെയും അതോടൊപ്പം ഞാൻ മുക്തവെള്ളം പ്രശംസിക്കുന്നതോടൊപ്പം എന്റെ ഈ രംഗാലകരിയിൽ വന്നിട്ട് നിങ്ങൾക്ക് ചെറിയ അതിർത്തി വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പാക്കേക്കണം എന്ന് പറയുക. കാരണം അവർക്കൊക്കെ ഒന്നും അർഹിക്കുന്ന ഒരു സൗകര്യവും ഇവിടെ ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം അവരൊക്കെ ഇന്ന് ഒരു അധ്യാപകനായിരുന്ന ആളാണ്, B.Ed പാസ്സായതാണ്. ഈ ഡോക്ടർ ബഷീർ ഖുർഹാനി, അഹമ്മദ് ബഷീർ ഖുർഹാനി എന്ന് പറയുന്നത് ഡോക്ടറേറ്റ് എടുത്ത് B.Ed പാസ്സായി അധ്യാപകനായിരുന്ന അധ്യാപക ജോലി നിർത്തി ഈ ജോലിയിലാണ് ഉള്ളത്. അതോടൊപ്പം ഒരു ബിസിനസ്സും പിന്നെ സഹോദരിമാരോട് ഒരു കാര്യം പറഞ്ഞാൽ, നിങ്ങൾ തന്ന എല്ലാ കുറിപ്പും എന്റെ കൈവശമുണ്ട്. അത് ബഹുമാന്യനായ ബഷീർ ഖുർഹാനി ദുആ ചെയ്യും. പിന്നെ ഞാൻ ബന്ധപ്പെടുന്ന വേദികളിൽ എല്ലാം ഇവിടെയും ഇവിടെയൊക്കെ എല്ലാ ആഴ്ചയിലും ഇവിടെ ദുആയില്ലാത്ത ഒരു ദിവസവുമില്ല. ആ ദിവസങ്ങളിലൊക്കെ ദുആയിൽ എന്റെ മമ്മിക്കായെ ഞാൻ ഓർക്കാറുണ്ട്, ദുആയിൽ ഉൾപ്പെടുത്താറുണ്ട്. എന്താ മമ്മിക്കാരെ എടുത്തു പറയാൻ കാരണം, മമ്മിക്ക് അവിടെ കച്ചവടത്തിന് പോകുമ്പോൾ ആ കുറ്റിയിൽ എന്തെങ്കിലും ഒന്നിട്ടേ പോകാറുണ്ട്. ആ മമ്മിക്കായെ എനിക്ക് മറക്കാൻ കഴിയില്ല, അപ്പുറത്തുള്ള മൈദൂനെ മറക്കാൻ കഴിയില്ല, അപ്പുറത്തുള്ള അവരുടെ ഉമ്മ ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഇക്കിടയിൽ വെച്ചോണ്ടിരുന്ന തുടക്കക്കാലത്ത് ഇവിടെ കൊണ്ടുപോകുന്നതല്ല, അവരൊന്നും മറക്കാൻ കഴിയില്ല. തേനിപ്പുള്ള കൊച്ചാപ്പാനെയും വെല്ലുവിളിയും ഒന്നും മറക്കാൻ കഴിയാത്ത ഒരുപാട് സഹായം ചെയ്യുന്നവരാണ്. 1982 മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പവിത്രമായ പരിശുദ്ധമായ കരുണാലി സ്ഥാപനത്തിന് കല്ലിട്ടതിന് ശേഷം 1986 ബഹുമാന്യനായ മുഹമ്മദ് മൗലവി നവ്വറല്ലാഹു മർകദ അവരുടെ 10 ദിവസത്തെ പ്രസംഗവും വെച്ച് മന്ത്രി UA ബിലാൽ ഉദ്ഘാടനം ചെയ്ത് തുടങ്ങിയ ഈ സ്ഥാപനം അന്ന് മുതൽ കേരളത്തിലോ ബോംബെയിലോ ഗൾഫിലോ എവിടെയൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചതിന് വേണ്ടി കൊടുക്കുകയും ഇതിന്റെ കാര്യവും അന്വേഷിക്കുകയും ചെയ്യാറുണ്ട്. എന്റെ 4 മക്കൾ പഠിച്ച ഒരു സ്കൂളിലും രക്ഷകർത്തൃ മീറ്റിംഗിൽ ഞാൻ പോയിട്ടില്ല. 4 പേരുടെയും പോയിട്ടില്ല, അവരുടെ B.Ed ഒക്കെ പാസ്സായി ഒരെണ്ണത്തിലേയും പോയിട്ടില്ല. ഇവരുടെ എല്ലാം രക്ഷകർത്തൃ മീറ്റിംഗിൽ ഞാൻ പോയി. അങ്ങനെ ഈ കാര്യം ഞാൻ അന്ന് മുതൽ അന്വേഷിച്ചിട്ടുണ്ട്, അന്വേഷിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുകയാണ്. എന്റെ ആഗ്രഹവും മരണം വരെ അന്വേഷിച്ച് നടന്നുകൊണ്ട് നിൽക്കണം എന്നാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബഹുമാനരായ ഈ അടുത്ത കാലത്തൊക്കെ സാമ്പത്തിക ഞെരുക്കവും പ്രശ്നമുണ്ടല്ലോ. ഞാൻ അതായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞിപ്പെരുമാളുടെ മോനോട് പറഞ്ഞു, ചില പ്രശ്നമുണ്ട്, സാമ്പത്തികമുണ്ട്, ചില പലചരക്കിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ആ കുഴപ്പമില്ല, അവർ പറഞ്ഞോ ആളെ ഇപ്പോൾ ഞാൻ കൊടുത്തയച്ചേക്കാൻ ഒരു പൈസ മേടിക്കാതെ പലചരക്ക് ഈ നമുക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ പലരും ഇതിനെ സഹായിക്കുന്നത് നിങ്ങളൊന്നും അറിയുന്നില്ല. ഇന്ന് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നത് നാളെ തങ്ങൾ വരുന്ന ദിവസം ഒരു ഭക്ഷണം പരിപാടി വരും. ഭക്ഷണം ഇവിടെ കൊടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ പോകാൻ പറ്റില്ല. ഇവിടെ ഞാൻ പരിപാടി വെച്ചിട്ട് ഇവിടെ ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ മുള്ളൂർക്കര സമ്മതിക്കില്ല. എത്തിങ്ങാനുള്ള പൈസ ഞങ്ങൾക്ക് ഞാൻ പോയി ഞങ്ങളെ നിങ്ങൾ കുഴപ്പത്തിലാക്കണം നിങ്ങൾ ചോദിക്കും. അതുകൊണ്ട് ഞാൻ ഭക്ഷണം കൊടുക്കാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ നമ്മുടെ വയനാട്ടിലെ മക്കാരമാളെ മകൻ അബ്ദുറഹ്മാൻ മരണപ്പെട്ടു പോയിരുന്നു. ആ മരണം നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. ആ മരണം നമ്മുടെ ഈ അടുത്ത ദിവസം കരിമണിക്കലെ കൊച്ചിന്റെ ചെറുക്കൻ്റെ അതൊന്നും ഉറങ്ങില്ല, ഓർക്കാറില്ല. ഓർത്താൽ രാത്രി വിട്ടുകൂടില്ല. ഞങ്ങളുടെ ശിയാവിന്റെ കൊച്ച്, ഞങ്ങളുടെ മജീദിന്റെ കൊച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തുപോയാൽ അതൊക്കെ ഓർക്കാൻ കഴിയില്ല, ഉറങ്ങാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർക്കലില്ല. ഞാൻ ഉദ്ദേശിച്ചില്ല, അറിയാതെ അവർക്കൊക്കെ വേണ്ടി ചെയ്യും. അവർക്കൊക്കെ വേണ്ടി പറഞ്ഞത് നാളെ ഇവിടെ ഭക്ഷണമുണ്ട്. ഭക്ഷണം കൊടുക്കുന്നത് വയനാട്ടിലെ അബ്ദുറഹ്മാന്റെ പേരിൽ അബ്ദുറഹ്മാന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അഷ്റഫ്, നിങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ അറിയണമെങ്കിൽ അച്ചു അച്ചു അവിടുത്തെ ഭക്ഷണത്തിന്റെ കാര്യം അവൻ കൈകാര്യം ചെയ്തോളാം, അന്നിടത്തോളം അവൻ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാളെ ഭക്ഷണമുണ്ട്. ഈ സ്ഥാപനത്തിന്റെ വകയോ എന്റെ വകയോ ആയിട്ടാണെങ്കിൽ ഇപ്പൊ അത് നടത്താൻ എനിക്ക് കഴിയില്ല. പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്യാൻ തയ്യാറായി. അബ്ദുറഹ്മാന്റെ പേരിൽ, ഇബ്രാഹിമിന്റെ പേരിൽ അത് ചെയ്യേണ്ടതാണ്. ഇബ്രാഹിമാനുമായിട്ട് എനിക്ക് കിടപ്പാടുണ്ട്. ഈ സ്ഥാപനത്തിൽ കുറെ ബിരിയാണി മേടിക്കാറുണ്ട്. ബിരിയാണി മേടിച്ച് കുറച്ച് സ്റ്റോക്കായി കുറെ കാശ് കൊടുക്കാതായി പോയി ബുദ്ധിമുട്ട്. ഞാൻ പിന്നെ പോകാറില്ല. ഞാൻ പിന്നെ എവിടെ ഈ നവാസ ഞങ്ങളുടെ കുക്ക് അയാളെ വിട്ട് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ മേടിക്കും.
അങ്ങനെ ഇപ്പൊ ഒരു ദിവസം എന്തോ കാര്യത്തിന് അവിടെ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ ഇപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വേറെ ആരും വരാത്ത സാധനം പിടിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ നിനക്ക് കുറെ പൈസ തരാനുണ്ട്, ആ പൈസ ഉടനെ ഞാൻ നിന്റെ അടുക്കുന്ന സാധനം എടുക്കുന്ന തീരുമാനം എടുത്തിരിക്കുക. ഞാൻ നിനക്ക് കുറെ പൈസ തരാണ്ട് അതിനെ കൊണ്ടുകൂടി ഞാനൊന്ന് മരിച്ചു പോയാ നിനക്ക് പൈസ കിട്ടും, പക്ഷെ നീ പൊരുത്തപ്പെട്ട് ഞാൻ ഇടങ്ങാറാവില്ലേ, ഞാൻ എങ്ങനെ സംഭവിച്ചാ അങ്ങനെ എടുത്തു വഴിക്ക് എന്നോട് പറഞ്ഞു വാക്കുന്നറിയോ. എന്തൊക്കെ അങ്ങനെ പറഞ്ഞേ, എന്റെ എന്തൊക്കെ അങ്ങനെ പറഞ്ഞേ, എനിക്ക് തരാനുള്ള കുറെ കാശ് 50,000 ആവട്ടെ, 1 ലക്ഷം ആവട്ടെ, 10 എന്തോ ആവട്ടെ, ആ കാശിന്റെ സമയത്ത് ഇക്കാലം മരിച്ചു. ഇക്കാടെ കാശിന്റെ ഇക്കാലത്ത് എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കിയത്? ആ കാശ് പോയിട്ട് എന്നെ ഈ കാണുന്ന മുഴുവൻ സമ്പത്തും ഇക്കാക്ക് ഞാൻ എന്നാലും ഇക്ക മരിച്ചു പോയാൽ ഞാൻ അതിന് പൊരുത്തപ്പെട്ടു കളയും, അത് ഞാനൊക്കെ പൊരുത്തപ്പെടും, അങ്ങനെയൊക്കെ പേടിക്കില്ല. അതുകൊണ്ട് തരാനുള്ള പൈസ തരുമോ, തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, സാധനങ്ങളൊന്നും മേടിച്ചാൽ മതി, പൈസ വരുമ്പോ മിച്ചം വരുന്നല്ലേ ഉള്ളൂ, അത് ഞാൻ പൊരുത്തപ്പെട്ടോളാം. ഞാനാ പോണെങ്കിൽ അത് ഇക്കായ പോണെങ്കിൽ ഞാൻ പൊരുത്തപ്പെട്ടോളാം, ഞാനാണെങ്കിൽ ഞാൻ പൊരുത്തപ്പെട്ടോളാം എന്ന് പറഞ്ഞിട്ട് ആണ് പോയത്. 3 മക്കള്, 3 4 ഇത്രേ 4 3 പേരെ കല്യാണം വെച്ചിട്ടുണ്ട്. മകനാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുക. ആ പരുവത്തിലാണ് കടുത്ത മുസ്ലിം ലീഗാണ്. എന്റെ പാർട്ടിയിൽ ഞങ്ങളൊക്കെ മുസ്ലിം ലീഗാണ്. കുഞ്ഞാപ്പൊന്ന് അറിയാമോ? ഉള്ളൂർക്കരാണെന്ന് എനിക്ക് അറിയാം, പണ്ടേ അറിയാം. പാപ്പായും അപ്പോ ആ രീതിയിൽ കടുത്ത ലീഗാണ്. അപ്പൊ ഞങ്ങൾ ആ രീതിയിലുള്ള ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അല്ലാഹു അങ്ങനെ മരണപ്പെട്ടു. എല്ലാ സ്ഥലത്തും ദുആ ചെയ്യണം. ഇവിടെ ഞാൻ ആ കൈ ആകാശത്ത് ഉയർത്തി അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് ചെയ്യുന്ന ദുആയിൽ അബ്ദുറഹ്മാനില്ലാത്ത ഒരൊറ്റ ദുആയില്ല. അതുപോലെ കരിമണിക്കലേക്ക് കുറിച്ചില്ല. ഇവിടെ ആരൊക്കെ മരണപ്പെട്ടിട്ടുണ്ടോ അവരുടെ ഒക്കെ പേരിൽ എന്റെ ദുആയിൽ ഉണ്ടാവും. അത് എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെയാണ്. അതാണ് എന്റെ കൈ. എന്റെ നവാസൻ എന്നെങ്കിലും കരിമണിക്കലെ ദുആയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് എപ്പോഴും അങ്ങനെയാണ്. ഇവിടെ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹമുണ്ട്. അത് നാളെ വരുന്നത് ബഹുമാന്യനായ മുത്തുക്കോയത്തങ്ങൾ ചെറുപ്പക്കാരനാണ്, നല്ല വഅദാണ്, നല്ല പ്രസംഗമാണ്, നന്നായി ദുആ ചെയ്യും. എല്ലാവരും വരുവാണെങ്കിൽ തങ്ങളാണല്ലോ, തങ്ങൾക്കൊരു പ്രത്യേകത എന്തായാലും മറ്റുള്ളവരെ എല്ലാ ഹറമിൽ വസിക്കും പ്രാവിനെന്നും സ്ഥാനമാ അതിവാറ് ഹൗറിൻ പ്രാവുകൾ സന്താനമാ. ഹറമിൽ വസിക്കും പ്രാവിനെന്നും സ്ഥാനമാ അതിവാറ് ഹൗറിൻ പ്രാവുകൾ സന്താനമാ. നബിയെ രക്ഷിക്കാൻ ശത്രുക്കൾക്ക് കാണിച്ചു കൊടുക്കാതെ പപ്പും ചെറുവും ഒക്കെ അവിടെ തന്നെയിട്ട് കാട്ടി ചൂടി ആ ഗുഹാമുഖത്ത് ഗുഹയ്ക്കുള്ളിൽ ആളുകളില്ല എന്ന അന്തരീക്ഷം ഉണ്ടാക്കി പൊന്നാര നബിയെ രക്ഷിച്ച ആ പ്രാവുകളുടെ സന്താനമാണ് ഇന്ന് ഹറമിലുള്ളത്. അതുകൊണ്ട് ഇന്ന് ഹറമിൽ വസിക്കും പ്രാവുകൾക്ക് സ്ഥാനമാ അതിവാറ് സൗര്യം പ്രാവുകൾ സന്താനമാ. പുന്നാരനബി അത്ര കൊണ്ട് സ്നേഹിച്ച ആ പ്രാവിനുള്ള സ്ഥാനം. അപ്പൊ അങ്ങനെയുള്ള അഹിൽവെട്ടിപ്പെട്ട ഒരു പ്രധാനപ്പെട്ട തങ്ങളാണ് നാളെ വരുന്നത്. സഹോദരിമാരൊക്കെ നിങ്ങൾ തന്ന ലിസ്റ്റുകൾ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ദുആ ചെയ്തു. ഇനി അടുത്ത സ്റ്റേജിലും അദ്ദേഹം ദുആ ചെയ്യും, ഞാനും ദുആ ചെയ്യും. എന്നാൽ നാളെ തങ്ങളുടെ കയ്യിൽ ആ ലിസ്റ്റ് കൊടുക്കും, തങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും. നിങ്ങൾ എല്ലാവരും നാളത്തെ പരിപാടികൾ വരണം. നാളത്തെ പരിപാടിയിൽ ഇൻഷാ അല്ലാഹ് ഭക്ഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നറിയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ദുആ മജ്‌ലിസൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു പരിപാടി റഹീമും ഗോജായൊക്കെ കൂടി അങ്ങനെ നാട്ടുകാരെ പഠിപ്പിച്ചേക്കുക. ഇപ്പൊ ഞാനായിട്ട് ഒഴിവാക്കിയിട്ട് കാര്യമില്ല. പണ്ടോ സോലും ഞാനായിട്ടൊന്നും രണ്ടാമതൊരു കാര്യമില്ല. ഇവരങ്ങനെ പഠിപ്പിച്ചു ആവില്ല. എന്റെ കാലത്ത് ഞാൻ അങ്ങനെ പഠിപ്പിച്ചപ്പോൾ ഇപ്പൊ അങ്ങനെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നേരത്തെ വരണം, തങ്ങളുമായിട്ട് കാണണം, തങ്ങളോട് ദുആവസിയത്ത് ചെയ്യണം. ബഹുമാന്യനായ കുഞ്ഞാപ്പു ഞാരക്കാടിനും അതുപോലെ നമ്മുടെ ഡോക്ടർ ബഷീർ അഹമ്മദ് ബഷീർ ബുർഹാനി കുഞ്ഞു നമ്മുടെ മുള്ളൂർക്കരയുടെ മകനെന്നാ ഞാൻ പറഞ്ഞ് ശീലിച്ചേക്കുന്നത്. അത് എന്റെ വായു വരുന്നു. അപ്പൊ അദ്ദേഹവും ഇതിനോട് പറയാനുള്ളത് ഈ സദസ്സ് ചുരുങ്ങിപ്പോയതെങ്കിലും ഞാനൊരു പരീക്ഷണാർത്ഥം നടത്തുന്ന പരിപാടിയാണ്. നിങ്ങൾ പരിപാടി പരീക്ഷണം പിന്നെ കുഞ്ഞാപ്പനല്ലേ
ഇവിടെ ഒന്ന് നടത്തി നോക്കാം അങ്ങനെ നടത്തിയതാ. അതുകൊണ്ട് ആളുകളുടെ ജനസാന്നിധ്യം കൊണ്ട് കുറഞ്ഞാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ വീണ്ടും വരണം. ഞാൻ വിളിക്കുമ്പോൾ പറ്റൂല അവിടെ ആണെന്നില്ല തോന്നിക്കളയുന്നത് ആളെ നമുക്ക് നിങ്ങൾ വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാട്ടുകാർക്കും എല്ലാവർക്കും ഞങ്ങളുടെ പരിപാടിയിൽ അതിയായ സന്തോഷവും വളരെ ഉൾപ്പുളകവും അണിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ വാക്കുകളിലൂടെ അറിയിക്കുകയാണ്. എന്നെയും എൻ്റെ സ്ഥാപനത്തെയും വിശിഷ്ട എൻ്റെ മുസ്തഫ മൗലവി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മെയിനാണ്. എല്ലാം പ്രത്യേകം ദുആ ചെയ്യണം. ഒരുപാട് ഷുഗറും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ദുആ ചെയ്യണം. എല്ലാവർക്കും മുസ്തഫ ഉൾപ്പെടെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹമുള്ളവരെ, ഉസ്താദിൻ്റെ സ്നേഹമുള്ള വാക്കുകൾ 10,000 രൂപയെ ഓർമ്മ വരുന്നു. കാരണം ഞങ്ങൾ ഉസ്താദ് പരിപാടിക്ക് വിളിച്ചു വന്ന് കഥ പറഞ്ഞു നിൽക്കില്ല, ഞങ്ങളുടെ കഥ പറഞ്ഞു നിൽക്കില്ല. കഥയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. 2 ഉസ്താദ് വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ സാധാരണ കുഞ്ഞാപ്പൂക്ക് എന്നെ വിളിക്കാതെ തന്നെ ഞങ്ങളുടെ ചില രീതികൾ, ഞങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പറയും. അപ്പോൾ 2 ഉസ്താദ് വിളിച്ചു തന്നെ ഞാൻ പറഞ്ഞു ഒന്നും പറയണ്ട, മൈക്കിൻ്റെ കാര്യം പറയാൻ അത് മാത്രം. കാരണം അത്യാവശ്യം കുഞ്ഞാപ്പൂക്ക് അത്യാവശ്യം മണ്ടൊക്കെ പറയും, ഞാൻ പോകും. അത് ആളുകളൊക്കെ അൽഹംദുലില്ലാഹ് ഉൾക്കൊള്ളാറുണ്ട്. വളരെ അതെന്ന് പറഞ്ഞാൽ ഉപ്പയെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്കും അസൗകര്യം ഉണ്ടാകണമെന്നുള്ളതാണ് കുഞ്ഞാപ്പൂക്ക പറയുന്നത്. പക്ഷേ 2 ഉസ്താദ് വിളിക്കാൻ നമുക്ക് ഉപ്പാൻ്റെ ആളാണ് അവിടെ. അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞില്ല ഇവിടെ എന്തെങ്കിലും ആൾ കുറഞ്ഞ ഒന്നുമില്ല എന്ന് മാത്രമല്ല ഉസ്താദെ, നിങ്ങളെ എവിടെ കുറിച്ചൊരു 4 ആളെ വിളിച്ചിട്ട് വീട്ടിൽ പാടിയിട്ട് അവിടെ പാടണം എന്നാണ് നിങ്ങൾ പാടുന്നത്. അത് എൻ്റെ ഉപ്പയോടുള്ള എൻ്റെ ആദരവും ഉപ്പയോടുള്ള സ്നേഹവുമാണ്. ഉപ്പയെ സ്നേഹിച്ചവരെ, ഉപ്പ സ്നേഹിച്ചവരെ സ്നേഹിക്കുക എന്നുള്ളത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അൽഹംദുലില്ലാഹ് റാഹത്താണ്. ഇവിടെ സമയത്തിൻ്റെ പരിമിതി ഉണ്ടായിട്ടുള്ളത് സത്യമാണ്. മാത്രമല്ല ഇന്നും കുറേ ഇനിയിപ്പോൾ എത്ര നീട്ടി പറഞ്ഞാലും ഇത് എത്തുന്നതിന് പരിധിയുണ്ട്. എത്ര നീട്ടി പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ 11 വർഷം എടുത്തിട്ട് ഈ കാവ്യം ആദ്യാവസാനം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും ഉസ്താദ് പറഞ്ഞതുപോലെ അഹ്സനുൽ ഖസസ് അത് യഥാവിധി പറയാൻ ആർക്ക് സാധിക്കും? അല്ലാഹുവിനല്ലാതെ. വ്യാഖ്യാതാക്കൾ എത്ര കിതാബുകളെ രചിച്ചത് അതൊന്നും അങ്ങോട്ട് കിടക്കണില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ സ്ഥാപനത്തിനെ, ഇതിനെ സഹായിക്കുന്നവരെ, ഉസ്താദിനെ, എല്ലാവരെയും അല്ലാഹു ഇസ്സത്തിലാക്കട്ടെ, എല്ലാ പ്രയാസങ്ങളെയും നീക്കട്ടെ. നാളെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ ആവശ്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നാളെ തങ്ങളോട് ഏൽപ്പിക്കും ഇൻഷാ അല്ലാഹ്. സഹോദരന്മാരോട് പ്രത്യേകിച്ച് പറയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യണം. പ്രിയപ്പെട്ട എൻ്റെ മരണപ്പെട്ടുപോയ ഉപ്പാക്കും ഉമ്മാക്കും, ഉപ്പയുടെ മാതാപിതാക്കൾ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും അല്ലാഹുവിൻ്റെ മാതൃകാ ദമ്പതികളായി നമ്മളൊക്കെ ജീവിച്ചു മരിക്കണം. അല്ലാഹുവിന് തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യണം. അത്രമേൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. എനിക്ക് എൻ്റെ മൂത്ത മകളുടെ മകൻ 2 വയസ്സാണ്. എനിക്ക് 4 പെൺകുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഈ രംഗത്തേക്ക് വരാൻ എൻ്റെ മക്കളിൽ ആളുകളില്ല. എൻ്റെ പേരമകൻ ഈ രംഗത്ത് വരണം, ഹാഫിളാവണം. എൻ്റെ ആഗ്രഹങ്ങൾ പറയുകയാണെങ്കിൽ ദുആ ചെയ്യണം. ഉഖവിയായ പണ്ഡിതനാവണം. ഈ രംഗത്ത് ശോഭിക്കണം. അള്ളാഹുവിൻ്റെ ഈ ദീനിൻ്റെ ചരിത്രങ്ങളെ ഉജ്ജ്വലമായി പറയുന്ന ആളായിട്ട് മാറണം. ലോകത്തെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആളായിട്ട് മാറണം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളായിട്ട് മാറണം. ഇത് വേർക്കണം, വേർക്കില്ലേ? എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, പ്രത്യേകിച്ച് പേരമകന് വേണ്ടി വേർക്കണം ഇൻഷാ അല്ലാഹ്. കാരണം ഇത് മുറിഞ്ഞു പോയിരുന്നു അല്ലേ ഉസ്താദേ? ഇത് മുറിഞ്ഞു പോയത് അള്ളാഹു നിലനിർത്തി തരട്ടെ. ഈ പാരമ്പര്യം നിലനിർത്തി തരട്ടെ. അതാ സുലൈഖ ബീവി വന്നിട്ട് മുഖം മറച്ചു ബിംബത്തിൻ്റെ. അപ്പോഴോ മറച്ച പോതി നബിയാറന്നേ വനിതയാണ് പിരുത്തിരുന്നേ. പറയിതെന്തോ ചതുർപ്പമാണ് ബധുബിംബിതൻ ഭഗവാനാണ്. മുഖം അങ്ങോട്ട് മറച്ചപ്പോ പ്രിയപ്പെട്ട പ്രവാചകൻ യൂസുഫ് നബി ചോദിക്കുകയാ, എന്താ നിങ്ങൾ ഈ കാണിച്ചത്, എന്താ ഇപ്പൊ ഈ കാണിച്ചത് എന്ന് ചോദിച്ചപ്പോ പറയാണ്, ഇതെന്റെ ഭഗവാനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന, ആദരിക്കുന്ന, ആരാധിക്കുന്ന ആളാണ്. ഞാനിപ്പോ പ്രിയപ്പെട്ട യൂസുഫേ നിന്നെ പ്രാപിക്കാൻ പോവുകയാണ്. നീ എന്ത് തടസ്സപ്പെടുത്തിയാലും എനിക്ക് നിന്നെ വേണം, എന്നെ കിട്ടിയേ മതിയാകും. അത്രമേൽ ഞാൻ പ്രണയിക്കുന്നുണ്ട്, എനിക്ക് നിന്നെ വേണം യൂസുഫേ, നിനക്ക് വേണ്ടിയാണ് എന്റെ ജീവിതം. അതുകൊണ്ട് എന്റെ ഇലാഹ് ഇത് കാണരുത്,
എന്നതിന് വേണ്ടിയാണ് ഞാനിത് മുഖം മറച്ചതെന്ന് പറഞ്ഞപ്പോ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഈ മുഖം മറച്ചാൽ നിങ്ങളുടെ ദൈവം കാണില്ലെന്നാണോ? എന്നാലോ അൽബിന്റെ അകത്തെ രഹസ്യങ്ങളെ, എല്ലാ കട്ടുനോട്ടങ്ങളെയും മറച്ചവാറ് ചെയ്താലും അതറിയുന്നവനാണ് എന്റെ അല്ലാഹ്. അവനെല്ലാം അറിയുന്നവനാ. അവന്റെ കണ്ണുകളെ കെട്ടാൻ കഴിയില്ല, അവന്റെ കണ്ണുകളെ കെട്ടാൻ കഴിയില്ല. പക്ഷേ യൂസുഫേ, എനിക്കൊന്ന് എന്റെ അരികിൽ വാ, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കൂ യൂസുഫേ എന്നതാ പിന്നെയും പിന്നെയും പറയുന്നു. അരമേ അരമേ തിടാവിമത്തെ അരവി ദിനം ഭയത്തെ കൈമായോനെ മറന്ന് ഞാനേ കപടം ഏത് വിധം ചെയ്യുവാനേ. ജീവനില്ലാത്ത ബിംബത്തെ നീ എത്ര പേടിക്കുന്നുവെങ്കിൽ എല്ലാം അറിയുന്ന കേൾക്കുന്ന നിയന്ത്രിക്കുന്ന അല്ലാഹുവിനെ ഞാൻ എത്ര ഭയക്കണം. പക്ഷെ അതൊന്നും ദുലേഖാബിയുടെ ചെവിയിലേക്കില്ല. യൂസുഫേ സമ്മതിക്കില്ല ഞാൻ. സരസി പിണ്ടൻ കരുളയൊന്ന് ശരീരിൽ നമ്മൾ കിരിക്കാം ചെന്ന് അരുമയാളി മദകർ കൂവി അതിലിരിക്കൽ അബദ്ധം യൂസുഫേ, ഈ കട്ടിൽ എന്റെ കൂടെ ഒന്ന് ഇരിക്കോ? ഒന്നിരിക്കി, ഈ കട്ടിൽ ഒന്നിരിക്കാം. അരൂപയാളി മദകർ കൂവി അതിലിരിക്കൽ അബദ്ധം ഇല്ല, അബദ്ധമാണ്, അപകടമാകും. ഞാനും ഒരു യുവാവാണ്, മജ്ജയുള്ള മാംസമുള്ള വികാരമുള്ള മനുഷ്യനാ, അങ്ങ് സുന്ദരിയാണ്. എന്റെ മനസ്സൊന്ന് പതയാൻ എല്ലാം തകർന്നു പോകും. ഇല്ല യൂസുഫേ, എന്റെ കണ്ണുകൾക്ക് എന്ത് ചേന, നിന്റെ കവളിൽ എന്തൊരു ചേന, നിന്റെ മുടിയടകൾക്ക് എന്തൊരു ചേന, നിന്റെ ചുണ്ടുകൾ അതൊന്നും നുണയാൻ കൊതിക്കുകയാണ്. പറഞ്ഞു ഇതെല്ലാം മരണപ്പെട്ട് കബറിൽ ചെന്നൊരു മനുഷ്യന്റെ സാധാരണഗതി 3-4 ദിവസം കഴിയുമ്പോഴേക്കും മുഴുവിനുള്ള ഭക്ഷണമാ, അതുകൊണ്ട് അതൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞപ്പോ അവസാനം കവി പറയുക, ഒരു രാജാവിന് ഭയപ്പെട്ടിട്ടാണോ? എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ഭർത്താവിനെ പേടിച്ചിട്ടാ എന്റെ അടുത്ത് ഒരു മരുന്നുണ്ട്, എന്റെ പക്കൽ പ്രത്യേകമായൊരു മരുന്നുണ്ട്. അത് ആ പാരീയത്തിൽ കിടത്തി രാജാവിന് നൽകാം. അപ്പൊ തന്നെ രാജാവ് മരിച്ചു. ഞാൻ വേറെ ഒരു മരുന്ന് രാജാവിന്റെ മന്ത്രിമാരിൽ നിന്ന് കൈക്കലാക്കിയിട്ടുണ്ട്. അത് യുദ്ധത്തിൽ പലപ്പോഴും പ്രയോഗിക്കുന്നതാണ്. ആ മരുന്ന് ആ ജഡത്തിൽ പ്രയോഗിച്ചാൽ പോലും നുരുമ്പി പോലെയാകും. ആ രാജാവ് ഉണ്ടെന്ന് പോലും അറിയില്ല, ഉണ്ടായിരുന്നു എന്ന് പോലും അറിയില്ല. രാജാവിന്റെ കഥ കഴിക്കാം എന്നതാ പറഞ്ഞപ്പോൾ അപ്പോഴും യൂസുഫ് നബി പറഞ്ഞു, ഇന്നി ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, കേൾക്ക്, ഹൃദയം കൊണ്ട് കേൾക്ക്, അൽബ് കൊണ്ട് കേൾക്ക്, മനസ്സുകൊണ്ട് കേൾക്ക്, ആത്മാവ് കൊണ്ട് കേൾക്ക്. പുതിയ ലോകക്രമത്തിലെ തിന്മകളുടെ നടുത്തളത്തിൽ നിന്നിട്ട് കേൾക്ക്. ലോകത്തെ ഏറ്റവും സുന്ദരിയ മാടി മാടി വിളിക്കുന്നത്, അവസരം ഒരുക്കുന്നത്, ഇരിക്കാൻ പറയുന്നത്, ശരീരം തരാമെന്ന് പറയുന്നത്, എന്ന് പറയുകയാണ്. കാലത്തിന് എല്ലാ കാലത്തിലേക്കും ഫിറ്റാക്കിയിട്ട് റബ്ബ് തരികയാ. പ്രിയപ്പെട്ടവരെ, പലതും പറഞ്ഞു, ഒരു വിധത്തിലും അതാ സമ്മതിക്കുന്നില്ല. അങ്ങനെയതാ പ്രിയപ്പെട്ടവരെ, അപ്പോഴേക്കും നാട്ടില് പാട്ടായി എന്ത് പെണ്ണുങ്ങൾ പറഞ്ഞു നടക്കാൻ തുടങ്ങി. അവരൊക്കെ അവരുടെ പേരുകൾ കൊട്ടാരത്തിൽ ഞാൻ ചുരുക്കി പറയട്ടെ. അങ്ങനെയെങ്കിൽ എന്നെ കളിയാക്കാൻ എന്തുമാത്രം അവർക്ക് അർഹതയുണ്ട്. അവരെ ആ കളിയാക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ അതാ വിളിപ്പിച്ചു. ആയത്തോതിലെ കഥ പറഞ്ഞു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ പെണ്ണുങ്ങളെ വിളിപ്പിച്ച് യൂസുഫ് നബിയോട് പറഞ്ഞു, യൂസുഫ്, ഇന്ന് ഞാൻ പറയുന്ന ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നീ അവിടെ നിൽക്കണം, ഞാൻ പറയുമ്പോൾ ഇതിലേക്ക് നിൽക്കണം. അങ്ങനെ വല്ലാതെ എഴുപത്ത് പറയുന്ന പെണ്ണുങ്ങളൊക്കെ വിളിച്ചു. അവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഏതൊക്കെ യൂസുഫ് എന്നിങ്ങനെ രാജാക്ക് വീണു പോകാൻ
പ്രിയപ്പെട്ടവരെ അങ്ങനെ അവർ വന്നപ്പോൾ അവരെ സ്വീകരിച്ചിരുത്തിയതിട്ട് നല്ല കക്കരിക്ക അല്ലെങ്കിൽ നന്നായിട്ട് കക്കരിക്കവരുടെ കൈ കൊടുത്തു. ഓരോ കോപ്പയിൽ തേനും നിറച്ചു വെച്ച് കൊടുത്തു. നല്ല മൂർച്ചയുള്ള കത്തി ഓരോരുത്തരും കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയാണ്. അതിനിടക്ക് ജുലൈഖ വിളിച്ചു, യൂസുഫേ ഒന്ന് വാ എന്ന് പറഞ്ഞപ്പോൾ യൂസുഫ് നബി അതുവഴി ഒന്നങ്ങോട്ട് പോയപ്പോൾ സുബ്ഹാന ജല്ല ജലാലുഹു എന്ത് സംഭവിക്കുന്നു? യൂസുഫ് നബിയെ കണ്ടു മാത്രമേ പെണ്ണുങ്ങൾ ഉടച്ചറബേ ആ പെണ്ണുങ്ങൾ കക്കരിക്ക ചെത്തിയിട്ട് തേനിൽ മുക്കിയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാ. സുബ്ഹാന ജല്ല ജലാലുഹു ആ കക്കരിക്ക ചെത്തി കക്കരിക്കയും മുറിഞ്ഞ് വിരലും മുറിഞ്ഞ് രക്തം ഒഴുകിയിട്ട് അവർ അറിയുന്നില്ല. അവസാനം നോക്കുമ്പോ സകല പെണ്ണുങ്ങളുടെയും വസ്ത്രത്തിൽ മുഴുവൻ രക്തം, കൈ മുറിഞ്ഞിരിക്കുന്നു. എന്റെ കഥ പെണ്ണുങ്ങൾ നോക്കുമ്പോ മുറിഞ്ഞതൊന്നും അവരറിഞ്ഞിട്ടില്ല. എന്തേ? കൈ മുറിഞ്ഞിരിക്കുന്നു. യൂസുഫ് നബി ഒരു മാത്രം കണ്ടപ്പോഴേക്ക് കൈ മുറിച്ചു പോയിരിക്കുന്നു. അല്ലാഹു അങ്ങനെ യൂസുഫ് നബിയുടെ പണി ഉണ്ടാക്കിയത് കിട്ടിച്ചത്. എന്തേ പെണ്ണുങ്ങളെ, എന്താണ് കൈ മുറിച്ചത്? അവർ പറഞ്ഞു കണ്ടിട്ട് കണ്ടപ്പോൾ മതി മറന്നു, ഞങ്ങൾ പരിസരം മറന്നുപോയി. എന്നിട്ട് കരിക്ക മുറിച്ചു, അതിനപ്പുറത്ത് ഞങ്ങൾ വിരലും മുറിച്ചു. യൂസഫിന് ഒരു വേള ഒരു നിമിഷാർത്ഥം കണ്ടപ്പോ നിങ്ങളുടെ കൈ മുറിച്ചെങ്കിൽ എപ്പോഴും കാണുന്നത് ഞാൻ എന്തൊക്കെ മുറിക്കണം? എന്നെയാണോ നിങ്ങൾ അപ്പോഴം പറയുന്നത് എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, അവിടെ മനോഹരമായിട്ടൊരു പ്രതികാരം ചെയ്യുകയാണ് സുലൈഖ ബീവി. ആ പെണ്ണുങ്ങൾ മുഴുവൻ പിന്നെ സുലൈഖ ബീവിയുടെ ഫാൻസായി യൂസുഫ് നബി. അവർക്കൊക്കെ പിന്നെ ആ നാട്ടിലെ കോഴിമാർക്കും പെണ്ണുങ്ങൾക്കൊക്കെ പലർക്കും ഒറ്റ വിചാരമുള്ളൂ, യൂസുഫിനെ എങ്ങനെയെങ്കിലും സുലൈഖക്ക് കിട്ടണം. കാരണം അങ്ങനെയായി, അവർ പൊരുത്തமான ജോഡിയാ. അങ്ങനെ കരുതി. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഏറെ ദിവസങ്ങൾ കഴിഞ്ഞു, ഒരു രക്ഷയിലെ കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പോഴോ ആ പ്രിയപ്പെട്ട ജോഡിയുണ്ടല്ലോ, അവരൊരു ഉപായം പറഞ്ഞു. ഈ കൊട്ടാരത്തിൽ നിന്ന് കുറച്ച് അകലേക്ക് മാറിയിട്ട് വലിയൊരു കെട്ടിടം പണിയാൻ രാജാവിനോട് ഭയം. എന്നിട്ട് അതിൽ പല വിധത്തിലുള്ള സുന്ദരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരച്ച് ഒരു മുറി ഒരുക്കണം. ആ മുറിയിലേക്ക് കോഴിമാരായ ഞങ്ങളൊക്കെ സഹായിക്കാം യൂസുഫിനെ കൊണ്ടുവരാൻ. അങ്ങനെ കൊണ്ടുവന്ന് അങ്ങയുടെ ആഗ്രഹം നിറവേറ്റിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ടതാ ആ രാജാവിനോട് പറഞ്ഞിട്ട് എന്ത് ചെയ്തു പറഞ്ഞോ? മുഴുവൻ അതിർപ്പമകളും നല്ല റുഹമാനെ ഉരുക്കുകിൽ മുടിവില്ല അജബാനെ അണ്ട് ഒരു റൂം ചമയത്തേറ്റം അഴകാലേ മടക്കുന്ന പല പിച്ചമാരച്ചന്ന് പിറകൊരു ശരീര അലങ്കാരം ചെയ്ത് മേൽമയിൽ ഒരുക്കി വെച്ചതിലോരോ ഒരുക്കി പിന്നെ ബിയരെ വിളിത്താരോ മഹിള ഒരു മിത്ത ഭവനത്തിൽ കടന്നാരോ പുരുഷി തൂതരെ കൂട്ടി നടന്തമ്പിൽ പറമുകൾ 40 നിലബിംബി. വളരെ ചുരുക്കി, പിന്നെയും ചുരുക്കി, വീണ്ടും ചുരുക്കി, ഒന്നുകൂടെ ചുരുക്കി പറയട്ടെ. രാജാവിനോട് ഇക്കാര്യം പറഞ്ഞു, അജിത് രാജാവിനോട് അങ്ങയുടെ പേരിൽ മനോഹരമായ ഒരു കെട്ടിടം ഉണ്ടാക്കണം, എനിക്കതിന് മുഴുവൻ സ്വാതന്ത്ര്യം വിട്ടുതരണം, എല്ലാതും ഞാൻ കൈകാര്യം ചെയ്യും. അങ്ങനെയല്ല, അതിനുവേണ്ടി ഫണ്ട് അനുവദിപ്പിച്ചു. അസീസ് രാജാവിന്റെ പേരിൽ വലിയതിന്റെ പേരിൽ എന്ന് പറഞ്ഞിട്ട് വലിയൊരു കെട്ടിടം ഉണ്ടാക്കി. അതിന് പല മറിവുകൾ ഉണ്ടായിരുന്നു, പല നിലകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിന്റെ മധ്യത്തിൽ ഒരു വരാന്ത. അപ്പോൾ ഇതിങ്ങനെയാണെങ്കിൽ ഇവിടെയും ഒരു കെട്ടിടങ്ങൾ, ഇപ്പുറത്തും കെട്ടിടം, അതിലൂടെ വിശ്വാസമായ വരാന്ത, രണ്ട് ഭാഗത്തും മനോഹരമായ മുറികൾ. അതിലൊരു മുറിയിൽ എല്ലാ തരത്തിലുള്ള ആർഭാടങ്ങളും, അതിന്റെ ചുമരിലോ യൂസുഫ് നബിയുടെ മുഖമുള്ള മുഖച്ചായുള്ള മുഖച്ചായുള്ള ആണിന്റെയും പെണ്ണിന്റെയും ചിത്രങ്ങൾ അർദ്ധനഗ്നരായി കെട്ടിപ്പിടിക്കുന്നത്, ചുംബിക്കുന്നത്, അങ്ങനെയുള്ള ചിത്രങ്ങൾ വരച്ചു വെച്ചു. എന്നിട്ട് അതിന്റെ ആ മുറിയിലേക്ക് മാത്രം രാജാവിനെ കൊണ്ടുവന്നില്ല, മറ്റു പല മുറികളിലേക്ക് കൊണ്ടുവന്നു. അതിന്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് കോഴിമാരുമായി ചട്ടം കെട്ടി 40 കോഴിമാർ. ആ സമയമാകുമ്പോഴേക്കും യൂസുഫ് നബി അവിടെ എത്തിയെന്നറിയോ? സുലൈഖ ഒറ്റക്ക് വിളിച്ചാൽ പോകാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് പുതിയ കെട്ടിടമാണ്, അവിടേക്ക് വരണം യൂസുഫേ, അവിടെ ചില കാര്യങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. യൂസുഫ് നബി മടിച്ചു നിന്നപ്പോൾ
നോക്കുമ്പോ 40 കോഴിമാരുണ്ട്. ഈ 40 കോഴിമാരും പറഞ്ഞല്ലോ, അപ്പൊ ഇവര് രണ്ടുപേരും ഒന്നാകണം എന്ന രൂപത്തിൽ 2 പേരും ലോകത്തിലെ ഏറ്റവും സുന്ദരനും സുന്ദരിയും അവരൊന്നാകട്ടെ എന്ന രീതിയിലേക്ക് ആ പെണ്ണുങ്ങളെ തീരുന്നുണ്ട് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. 40 കോഴിമാരുള്ള ധൈര്യത്തിൽ യൂസുഫ് നബി സുലൈഖാ ബീവിയോടൊപ്പം നടന്നിട്ടോ പ്രിയപ്പെട്ടവരെ, കൂട്ടി നടന്ന പറവുകൾ 40 മത്തുകൾ അവളെ കാമുകൻ നബിയുമായി തനിത്താരെ അരശിച്ചെന്നുടന കൈപ്പിടിത്തന്ന് മോഹം അത് തട്ടി മുറികൊള്ള വലിത്തന്ന്. പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിക്കുന്നത്? 40 കോഴിമാരുണ്ടല്ലോ, ഇടക്കിടക്കൊന്ന് തിരിഞ്ഞു നോക്കും. സുലൈഖാബിയോടൊപ്പം നടക്കുകയാ. എന്നിട്ടോ കറമാലിപ്പടിറുമോട്ടടുത്താരെ അവളെ കാമുകൻ നബിയുമായി തനിത്താരെ അരശിച്ചെന്നുടനാകെ പിടിത്തന്ന് മോഹം അത് തട്ടി മുറികൊള്ള വലിത്തന്ന്. അങ്ങനെ ഈ മുറിയുടെ അടുത്തെത്തിയപ്പോൾ സുലൈഖാ പെട്ടെന്ന് സിഗ്നൽ കൊടുക്കുന്നു. 40 കോഴിമാരിൽ 20 കോഴിമാർ നേരത്തെ തന്നെ തുറന്നിട്ടുണ്ട്. 2 മുറികൾ 2 ഭാഗത്തും. 20 കോഴിമാർ ഇപ്പുറത്തെ മുറിയിലേക്കും 20 കോഴിമാർ ഇപ്പുറത്തെ മുറിയിലേക്കും വിചാരിച്ച റൂമിന്റെ അടുത്തെത്തിയപ്പോ വാതിൽ തുറന്നിട്ടിട്ടുണ്ട് നേരത്തെ തന്നെ. യൂസഫ് അവിടെ അങ്ങോട്ട് എത്തേണ്ട താമസം കൈ പിടിത്തന്ന് മുഖം മാതൃ വെറ്റി മുറികൊള്ള ഓടിച്ചെന്ന് സുലൈഖയെ പിടിച്ച സുലൈഖാ ബീവി മഹാനായ യൂസുഫിനെ പെട്ടെന്ന് അങ്ങോട്ട് മുറിയിലേക്ക് വലിച്ചങ്ങോട്ട് കയറ്റി. എന്നിട്ടോ വലിത്തേറ്റി ഉടൻ വാതിൽ അടൈത്താളെ നബിയെ മതത്തോടെ അവള് കെട്ടി പിടിത്താളെ തുലങ്കും പൊന്നബിക്ക് 40 പേരെ ശഹ്വ തൊരുവന പൊളുതിട്ട് കൊടുത്താരേ. മതത്തോടെ അവള് കേട്ടി പിടിത്താളെ പൊന്നബിക്ക് 40 പേരെ ശഹ്വ തൊരുവന പൊളുതിട്ട് കൊടുത്താരേ. എന്നിട്ട് വാതിൽ വേഗം അങ്ങോട്ട് ചാരി യൂസുഫ് നബിയെ കെട്ടിയങ്ങോട്ട് പിടിച്ചു. ആരാ കെട്ടിപ്പിടിക്കുന്നത്? മാൻപേട കണ്ണുകളുള്ള, അഞ്ജനമെഴുതിയ വിഴികളുള്ള, പവിഴ ചുണ്ടുകളുള്ള, അതിമനോഹരമായ റോസാപ്പൂ വിടർന്നു നിൽക്കുന്നത് പോലുള്ള കവിൾത്തളമുള്ള, അതിമനോഹരമായ മുടിയിടകളുള്ള, ലോകത്താര് കണ്ടാൽ ഏത് പുരുഷനും ഏത് വൃദ്ധനും ഏത് ചെറുപ്പക്കാരനും കണ്ടാൽ മതിമറന്ന് മോഹിച്ചു പോകുന്ന 10,000ങ്ങളുടെ ലക്ഷങ്ങളുടെ മോഹബിന്ദുവായിട്ടുള്ള സുന്ദരിയായ സുലൈഖയുടെ നിറമാറിലേക്ക് മഹാനായ യൂസുഫ് നബിയെ പിടിച്ചു വലിച്ചങ്ങോട്ടടിപ്പിച്ച് കെട്ടിയങ്ങോട്ട് പിടിച്ചു. സുന്ദരിയായ അരോഗതടഗാത്രയായ സുലൈഖാ ബീവി പച്ചയുള്ള മാംസമുള്ള മനുഷ്യനാണ്. അതാ വികാരമുള്ള വിചാരമുള്ള ഏറ്റവും സുന്ദരനായ ലോകത്തിലെ ഏത് പെണ്ണും മോഹിക്കുന്ന യൂസുഫ് നബിയെ കെട്ടിയങ്ങോട്ട് പിടിച്ചു. എന്താ സംഭവിക്കുന്നത്? അപ്പോഴോ പരീക്ഷണം നൽകുകയാ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ 40 പേരുടെ 40 പുരുഷന്മാരുടെ വികാരം യൂസുഫ് നബിക്ക് അങ്ങോട്ട് നൽകി. ഒറ്റ പുരുഷന്മാരുടെ വികാരം കൊണ്ട് ഇവരോട്ട് കൂടെ ഇറക്കി നടക്കാൻ പറ്റില്ല. 40 ചെറുപ്പക്കാരുടെ വികാരം ആരാ മുമ്പില്? ഏതെങ്കിലും പെണ്ണല്ല, ലോകത്തിലെ ഏറ്റവും സുന്ദരി തന്റെ നിറമാറിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ട് തന്റെ പാതകമായ ഗന്ധത്തെ നൽകുകയാണ് യൂസുഫ് നബിക്ക്. കെട്ടിപ്പിടിക്കുകയാണ്. തന്റെ അധരത്തോടടുപ്പിച്ചുകൊണ്ട് നുകരാൻ വെമ്പി നിൽക്കുകയാ. അപ്പോഴാണ് ആ 40 പേരുടെ വികാരം നൽകിയത്. സുബ്ഹാനല്ലാഹ്.
അതുവരെ ശ്രദ്ധിക്കാതെ മറഞ്ഞ കണ്ണു തിരിച്ച മുഖം തിരിച്ച യൂസുഫ് നബി ബീവിയുടെ കണ്ണുകളിലേക്ക് അങ്ങോട്ടൊന്ന് വികാരത്തോടു കൂടെ നോക്കിയപ്പോ സുലൈഖാന്റെ മുഖം കൊള്ള നബി പാർത്തേ അപ്പണി സുമൂകിക്കുള്ളത് കാമ്പിൽ മതം മൂത്തേ കളറുക പൂനബിയാരിൽ പരം തന്റെ ബുർഹാൻ കണിന്തതാൽ ശരീവത്ത തുടരുണ്ടേ. എന്ത് സംഭവിക്കുന്നു? ആ കണ്ണുകൾ കൊണ്ട് യൂസുഫ് നബി വികാരത്തിൽ ഒന്ന് നോക്കിയപ്പോൾ മനസ്സിലായി വീണു. യൂസുഫ് എന്റെ പ്രിയപ്പെട്ടവൻ ഇതാ എന്റെ കരകല്ലുകത്തിൽ ഇതാ ജയിച്ചു ചെന്നിരിക്കുന്നു, എന്റെ മാറോട് അമർത്തുന്നു. ഇതാ എന്റെ പ്രിയപ്പെട്ടവൻ എനിക്ക് എല്ലാമായി കിട്ടിയിരിക്കുന്നു എന്ന് കരുതി ഒന്നുകൂടി അങ്ങോട്ട് അമർത്തുകയാണ്. അതാ ഉറുക്കയെ പിടിച്ച് ആലിംഗനബദ്ധയായി അതാ ചുംബിക്കാൻ തുടങ്ങുമ്പോഴോ വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അറാബുഹാന റബ്ബി കദാലിക ലിനസ്രിഫ അൻഹു السوء والفحشاء إنه من عبادنا المخلصين. പെട്ടെന്ന് അല്ലാഹുവിന്റെ ദുഃഖാന്തം വെളിച്ചമങ്ങോട്ട് ഖൽബിലേക്ക് മഹാനായ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ തന്റെ പിതാവ് മഹാനായ യാക്കൂബ് നബി വരെയുള്ളവരുടെ മുഖം മിന്നി മറയുകയാണ്. അല്ലാഹു എന്ന ഓർമ്മ പെട്ടെന്ന് അങ്ങോട്ട് വന്നപ്പോ സുബ്ഹാനല്ലാഹ് സുലൈഖാന്റെ പീഡുത്തത്തിന് ഉളമിൽ ആലിംഗന്റെ ഭയം കടന്ന് വടിവാര് കൂതിച്ചോടി ആമീസിൻ പിമ്പ പാരി ഉടൻ ചാടി പീഡിത്ത് അംഫാൽ കഠിനമതം കൊണ്ട് പിടിപണിയായി കരുണർ കാമീസുക്കി ഹൃദയ പൊള്ളിയായി കൊടിയെ വീശിക്കോട് നീടക്കുമ്പോതിൽ കോമാനാസിസത്തി തുറന്ന് വാതി. പ്രിയപ്പെട്ടവരെ, ഇതാ അതാ അല്ലാഹുവിന്റെ ആ ദൃഷ്ടാന്തം അങ്ങോട്ട് അനുഭവപ്പെട്ടപ്പോ മാറ്റി യൂസുഫിന് പെട്ടെന്ന് അങ്ങോട്ട് തുടങ്ങും. അത് സുലൈഖ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് അങ്ങോട്ടതാ അപ്രതീക്ഷിതമായി സുലൈഖ ഞെട്ടി യൂസുഫ് നബി വാതിലിന്റെ അരികിലേക്ക് അങ്ങോട്ട് ഓടുമ്പോ പിടിച്ചു വലിക്കുകയാ. പായത്തിന്റെ പുറകിലെ പിടികിട്ടിയത് വലിച്ചു കൊണ്ട് യൂസുഫ് നബി അങ്ങോട്ടും സുലൈഖ ഇങ്ങോട്ട് പായൊക്കെ കീറി എന്നിട്ടും പിടിച്ചു വലിക്കുകയാ. അപ്പോഴോ വസ്ത്രമൊക്കെ ഭിന്നമായി ശരീരത്തിൽ നിന്ന് അതാ ഉലഞ്ഞ എല്ലാം കൊടുക്കാൻ, എല്ലാം സമർപ്പിക്കാൻ, എല്ലാത്തിനുമായി ആനന്ദത്തിന്റെ പാദപ്പതയിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരുമായി കടന്നു പോകാൻ, യാത്ര പോകാൻ പിടിച്ചു വലിക്കുകയാ. സമ്മതിക്കുന്നില്ല. അപ്പോഴോ അതങ്ങനെ എന്ത് സംഭവിച്ചു വന്നോ? വാതിൽ തുറന്നപ്പോൾ മനം ഞടുങ്ങി, വദനം തുടുത്ത് കണ്ണുകൾ കലങ്ങി, പാതി മുടി കെട്ടും അഴിഞ്ഞു കൊണ്ട് മാറും തുറന്നവള് നിലക്കുന്നുണ്ട്. രാജാവ് സുലേഖയെ കാണാൻ പോകുന്നിടത്തൊന്നും കാണുന്നില്ല. അവസാനം എല്ലായിടത്തും പരതി ഈ പുതിയ കെട്ടിടത്തിലേക്ക് വന്നു. പുതിയ കെട്ടിടത്തിന്റെ അരികിലേക്ക് വന്നിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു മുറിയിൽ നിന്നതാ ശബ്ദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത ശബ്ദങ്ങൾ അതങ്ങോട്ട് കേട്ടപ്പോ ഇങ്ങനെ വന്നിട്ട് വാതിൽ അങ്ങോട്ട് തുറന്നപ്പോഴോ എന്തായി കാണുന്നത്? വാതിൽ തുറന്നപ്പോൾ മനം നാടുങ്ങി, വദനം തുടുത്ത് കണ്ണുകൾ കലങ്ങി, പാതി മൂടി കെട്ടും അഴിഞ്ഞുകൊണ്ട് മാറോ തുറന്നവള് നിലക്കുന്നുണ്ട്. വേഷം കാണിന്ത് കോൽ സുലേഖയോട് പെണ്ണേ ഇതെന്തോരു അതിർപ്പം ചോട്. ആശാമുറിഞ്ഞവള് മകരാജനെ അടിമ കനിയായ മണിമാരെ
കണ്ടമിടറി കോപം കൊണ്ട് ജ്വലിച്ച് കണ്ണുകൾ ചുവന്ന് രാജാവ് അലറി. പിടിച്ചു പോയി. യൂസുഫ് നബി അതിലേറെ ഭയപ്പെട്ടു പോയി. പടച്ചവനെ, അപരാധം കേൾക്കേണ്ടി വരുമോ? അപ്പോഴോ യൂസുഫ് നബിയുടെ തള്ളി മാറ്റിക്കൊണ്ട് സുലൈഖയുടെ മുടി അങ്ങോട്ട് പിടിച്ചു. രാജാവ് ചോദിക്കാം, എന്താണ് ഇത് എന്ന് ചോദിച്ചപ്പോൾ സുലൈഖക്ക് മനസ്സിലായി സംഗതി കയ്യിൽ പോയി. അപ്പോഴോ എന്നാണല്ലോ എല്ലാ പെണ്ണുങ്ങളെ ആക്ഷേപിക്കാത്ത പ്രശ്നം വേണ്ടോ, അങ്ങനെ വേണ്ട. എന്നാൽ അവരുടെ തന്ത്രമുണ്ടല്ലോ. അരിമക്കാനിയായ മണിമാരരെ വിരിപ്പിൽ ഞാൻ ഉറങ്ങിയിരുന്നു. മതമാല് തൂടമ്പൽ വന്നിവർ ഇരുന്ന് കാമാകാലം തീർപ്പാൻ താരങ്ങൾ നോക്കി തെളിത്തുള്ളു പതറിക്കൊണ്ടും വിവിധ നദിമത ചതികൾ കണ്ടും പരിതാപമിലുമുക്കി അനാദിക്കുന്നേ മാനം കെടുത്തി ഉടാവുന്നേ. ഉടനെ സുലേഖ പറയാണ്, രാജാവേ, മഹാരാജാ, ഞാൻ നമ്മുടെ കെട്ടിടല്ലേ ഇവിടെ വന്നിട്ട് ഈ സുന്ദരമായ പട്ടുമെത്തയിൽ ഞാൻ ഉറങ്ങിക്കിടക്കായിരുന്നു, ഒന്നും അറിയാതെ ഉറങ്ങിക്കിടക്കായിരുന്നു. അപ്പൊ ഈ യൂസുഫ് വന്നു. ഇവൻ കുറെ നാളായി ഇങ്ങനെ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് ഉറങ്ങുമ്പോൾ അവൻ വന്നിട്ട് കൂട്ടം മേലുവൻ ഇവനിരുന്ന്. എന്നിട്ട് ഇവൻ വന്നിട്ട് എന്റെ കുടയിൽ കയറിയിരുന്നു. പ്രഭോ, തരങ്ങൾ നോക്കി. എന്നിട്ട് എന്റെ കുടയിൽ വന്നിരുന്നിട്ട് എന്റെ മാരടത്തിന് കൈവച്ചിട്ടു. എന്റെ അടിപത്രം നീക്കാൻ ഇവൻ ശ്രമിക്കുകയാണ്. എന്നെ അപമാനിക്കാൻ എന്റെ ശരീരം ലഭിക്കാൻ ഇവൻ വേണ്ടാവൃത്തി ചെയ്തതാ. എണീച്ചുള്ളു പാത്തറിക്കൊണ്ടും വിമതൻ നടിമതൻ ചതികൾ കൊണ്ടും പരിതാപമില് മുങ്ങി ആനാദിക്കുന്നേ. മാനം കെടുത്തി ഗുലാം എന്നെ. ഈ പ്ലേറ്റ് നേരെ സുലൈഖയുടെ ഒറ്റ മറിക്കലാണ്. പ്രഭോ, ഞാനിവിടെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇവൻ വന്നിട്ട് എന്നെ മാനഭംഗം ചെയ്യാൻ, എന്നെ ശാരീരികമായി ഉപയോഗിക്കാൻ ഇവർ ശ്രമിച്ചതാ. ഞാൻ വെട്ടി എഴുന്നേറ്റ് ഇവരെ തള്ളി മാറ്റിപ്പെടാ അങ്ങ് വന്നത് എന്ന് പറഞ്ഞു. രാജാവിന് അത്രമേൽ ബോധ്യമായില്ല. യൂസുഫ് നബി പറഞ്ഞു, അല്ല, ഒരിക്കലുമല്ല പ്രഭോ, അങ്ങന്റെ ഉടമസ്ഥനാണ് ഇവരെന്റെ ഉടമസ്ഥയാണ്, ഞാനങ്ങനെ ഒരു തെറ്റ് ചെയ്യൂല. എന്റെ പ്രശ്നമായി. ഉടനെ സുലൈഖ പറഞ്ഞു, അതുകൊണ്ട് വലിയ തെറ്റ് ചെയ്ത് ഇവരെ ഉടനെ ജയിലിലടക്കണം. അതെന്തിനാ? രാജാവ് അങ്ങനെ കൊന്നു കളഞ്ഞാലോ, വധശിക്ഷ വിധിച്ചാലോ ഉടനെ ജയിലിലടക്കണം. വലിയ തർക്കമായി. രാജാവിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെ പറഞ്ഞു, നമുക്ക് പരിശോധിക്കാം. ആ കുപ്പായം മുൻഭാഗത്താണ് കീറിയിട്ടുള്ളതെങ്കിൽ യൂസുഫിന്റെ കുപ്പായം പരിശോധിക്കുക. മുൻഭാഗത്താണ് കീറിയതെങ്കിൽ യൂസുഫ് കുറ്റക്കാരനാണ്, പുറകിലാണ് കീറിയതെങ്കിൽ സുലൈഖ കുറ്റക്കാരിയാണ്. ഞാൻ കുപ്പായം പരിശോധിച്ച് നോക്കുമ്പോ മുൻഭാഗം കുഴപ്പമൊന്നുമില്ല, പുറകിൽ നോക്കുമ്പോഴോ കുപ്പായം തന്നെ ഇല്ല. അമ്മാനെ വലിയ ഭരിച്ചിരിക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ രാജാവിന് മനസ്സിലായെങ്കിലും പ്രിയപ്പെട്ടവരെ ജയിലിലടക്കാൻ തീരുമാനിച്ചു. ആ ജയിലിലടക്കാനുള്ള വാറണ്ട് വാങ്ങിയിട്ട് വന്നിട്ട് സുലൈഖ ബീവി പറഞ്ഞു, യൂസുഫേ, എന്നോടൊന്ന് വഴങ്ങിയാൽ എന്റെ ആത്മഹത്യാൽ നിന്നെ ഞാൻ രക്ഷിക്കാം. ഇല്ല, അതിനേക്കാൾ വലുത് എനിക്ക് ജയിലാണ്. ചെറുപ്പക്കാരികളെ കേൾക്കുക. എന്നിട്ടോ ജയിലിലടക്കപ്പെട്ടു. ഒരുപാട് വിഷയങ്ങൾ സമീപിക്കാനും പഠിപ്പിച്ചു. അള്ളാഹു സ്വപ്നവ്യാഖ്യാനത്തിന്റെ ഫലമായി രാജാവിന്റെ സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞു. അവിടെ വലിയ ക്ഷേമവും ഉണ്ടാകുമെന്ന കാര്യം പറഞ്ഞു. രാജാവിന് അത് മാനേജ് ചെയ്യാൻ കഴിയില്ലെന്ന ബുദ്ധിമുണ്ടായി. യൂസുഫ് നബിയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. എന്നിട്ട് ആ 14 വർഷങ്ങളിൽ നിങ്ങൾ തന്നെ ഭരിക്കണമെന്ന് പറഞ്ഞു. അധികാരം ഏൽപ്പിച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ ഉണ്ടെങ്കിൽ മാത്രം അധികാരം തരിക എന്ന് പറഞ്ഞു. അധികാരം ഏറ്റെടുത്തു. കാലങ്ങൾ ആദ്യത്തെ ക്ഷേമകാലം കഴിഞ്ഞു. ക്ഷേമകാലം വന്നപ്പോൾ നാടുകളിൽ നിന്നും ആളുകൾ വന്നു. അത് കനാലിൽ നിന്നും യാക്കൂബ് നബിയുടെ നാട്ടിൽ നിന്നും ഭക്ഷണമില്ലാതെ ഭക്ഷണത്തിന് ആളുകൾ വന്നു. മക്കൾ സഹോദരങ്ങൾ വന്നു. അവരെ കണ്ടു, അറിയിച്ചില്ല. അവസാനം ബുന്യാമിനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ബുന്യാമിൻ എന്നല്ല, വേറൊരു സഹോദരൻ ഉണ്ടല്ലോ, അവരെ കൊണ്ടുവരാൻ
കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നു. അവർ രണ്ടുപേരും കാര്യം അറിഞ്ഞു. പിന്നീട് ജ്യേഷ്ഠന്മാരും അറിഞ്ഞു വിവരം. പല വിഷയങ്ങളും ഗംഭീരമാണ്. 15 ദിവസം കൂടി ഇനി മനോഹരമായി പറയേണ്ട വിഷയമാണ്. അവസാനം പ്രിയപ്പെട്ടവരെ വാപ്പയും വിവരമറിഞ്ഞു. അങ്ങനെ യാക്കൂബ് നബിയും കൊട്ടാരത്തിലേക്ക് വന്നു. മനോഹരമായി ജീവിക്കുകയാണ്. ആ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നന്നായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ. ആ രാജാധികാരൊക്കെ കിട്ടിയിട്ട് പോകുന്ന സമയത്ത് മറ്റൊരു സംഭവം ഉണ്ടായി. എന്താണ്? ഒരു ദിവസം ഇങ്ങനെ യൂസുഫ് നബി നടന്നു പോകുമ്പോ തുടങ്ങുന്നൊരു വിളി, യൂസുഫേ യൂസുഫേ. ആരാന്ന് മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലേ യൂസുഫേ? ഞാൻ പഠിച്ചവനെ, എന്താണ് ഈ കോലം? അങ്ങേ ഓർത്തിട്ട് എനിക്ക് സ്നേഹം നിലക്കാത്ത സ്നേഹവും കാരണം ഞാൻ ഈ കോലമായതാണ്. പഠിച്ചവനെ എന്ത് ചെയ്യും? അപ്പോഴാണ് മഹാനായ മലക്കിറങ്ങി വരുന്നത്. എന്നിട്ട് പറഞ്ഞു, നബിയേ, നിങ്ങൾ ഇവരെ വിവാഹം കഴിക്കണം. പഠിച്ചവനെ ഈ ചുറ്റിച്ചുളിഞ്ഞ യാതൊരു നിലക്കും ഒരു ആകർഷണീയതയും എല്ലാ ചെറുപ്പത്തിൽ മഹാപടുവൃദ്ധയുടെ രൂപം പ്രാപിച്ച ഈ പെണ്ണിനെ അല്ലാഹുവിന്റെ കൽപ്പനയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ മലക്ക് വന്നിട്ട് തടയി. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം സ്വീകരിച്ചിട്ട് ആ മലക്ക് വന്ന് തടകുമ്പോ ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നോ അതിനേക്കാൾ വലിയ സൗന്ദര്യത്തേക്കെത്തി. എന്നിട്ടാണ് മണിയറയിലേക്ക് വിളിക്കുമ്പോ നേരത്തെ ഉസ്താദ് പറഞ്ഞ സംഭവം നടന്നത്. അൽഹംദുലില്ലാ, ഞാനിപ്പോൾ അങ്ങേയേക്കാൾ കൂടുതൽ മറ്റൊരാളെ സ്നേഹിക്കുന്നത് പറഞ്ഞത് അൽഹംദുലില്ലാ എന്ന് അത് മനസ്സിലാക്കിയപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്രയോ ഉന്നതമായി പറഞ്ഞു. അതിന് വിശദമായ ചരിത്രമാണ്. അതിന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും അല്ലാഹു യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ബറക്കത്ത് കൊണ്ട് നമുക്ക് വിജയം നൽകട്ടെ. എല്ലാ ഫാഹിഷത്തുകളെത്തൊട്ടും അല്ലാഹുവിന്റെ ബറക്കത്തോട് നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്ന രണ്ടുപേരുടെയും ശബ്ദത്തിന് കാര്യമായ തകരാറുള്ളതുകൊണ്ട് മറ്റു പല കാര്യങ്ങൾക്കും പ്രിയപ്പെട്ടവരെ ഒരു ചരിത്രം പരിപൂർണ്ണാക്കാൻ സമയം കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ഒരുപാട് സമയം വന്നാലും പിന്നെയും ഇവിടെ എത്തിയില്ല. ഇപ്പോഴേ വരുന്നവരായി. അതുകൊണ്ട് ചുരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരം ഉണ്ടായാൽ നമുക്ക് വിശദമായി പറയാം, വിശദമായി പാടാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പാടിയതിൽ പറഞ്ഞതിൽ കേട്ടതിൽ നിങ്ങൾക്ക് അരോചനമായി വല്ലതും തോന്നിയെങ്കിൽ പിഴവുകളുണ്ടായെങ്കിൽ പൊരുത്തപ്പെട്ടു തരിക. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. പ്രിയപ്പെട്ട ഉപ്പാക്കും മാതാപിതാക്കൾക്കും വേണ്ടി ദുആ ചെയ്യുക. ബന്ധപ്പെട്ടവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു നമ്മളെ ഈ പാടിയതും പറഞ്ഞതും കേട്ടതും എല്ലാം സ്വാലിഹായ അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ. ദുആകളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. ലോക വിജയികളിൽ അല്ലാഹു ചേർക്കട്ടെ. നാളത്തെ തങ്ങളുടെ പരിപാടി വമ്പിച്ച വിജയമാക്കാൻ നിങ്ങൾ എല്ലാവരും മുന്നിട്ടിറങ്ങുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ വന്യനായ മാതാപിതാക്കൾക്ക് നമ്മുടെ ഒക്കെ ആളുകൾക്ക് വേണ്ടി الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. വളരെ രാവിലെ നേരത്തെ തന്നെ പരിപാടിക്ക് സംബന്ധിക്കാൻ വേണ്ടി പുറപ്പെടുന്നുണ്ട്. ഇവിടെ എത്തുമ്പോഴേക്കും തുടർച്ചയാവും. ബാക്കി കാര്യങ്ങൾ ഒന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു വിജയിപ്പിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസ്വിക്കും ബിദുആ. മറക്കരുത്, മാതാപിതാക്കൾ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഞങ്ങൾ മറക്കില്ല. നിങ്ങൾക്ക് വേണ്ടി ദുആ ഉണ്ടാവും. ഈ സ്ഥാപനത്തിനും ഉസ്താദിനൊക്കെ വേണ്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.